ഒരിക്കൽ കൂടി ആത്മാവിന് സ്തുതി. ആമേൻ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ മഹത്വം, എല്ലാ മഹത്വവും ഈശോയ്ക്കാണ്. ഞങ്ങൾക്കെല്ലാ കർത്താവേ സകല മഹത്വവും ഈശോയ്ക്ക്. ആമേൻ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. താങ്ക് യു ഒൽവിൻ ചേട്ടാ. വളരെ മനോഹരമായ പ്രൈസ് ആൻഡ് വർഷിപ്പിലൂടെ നമ്മളെ ലീഡ് ചെയ്ത ഒൽവിൻ ചേട്ടന് പ്രത്യേകം നന്ദി. ഇന്നത്തെ ഈ ശുഭ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജോഷി മയ്യത്തിൽ അച്ഛനെയും ഹോളി ഹോം ടീം മെമ്പേഴ്സായി നാട്ടിൽ നിന്ന് ത്യാഗപൂർവ്വം നമ്മളോട് ജോയിൻ ചെയ്തിരിക്കുന്ന ഷിജു ചേട്ടനെയും ഷിബു ചേട്ടനെയും ജെനി ചേട്ടനെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് നമ്മുടെ ഈ മീറ്റിംഗിന്റെ ഭാഗമായിരിക്കുന്ന എല്ലാവരെയും, ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഈശോ മരിച്ച് ഉത്ഥാനം ചെയ്തതിനു ശേഷം പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് സഹായകനായി നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ക്ലാസ് നമുക്ക് ലീഡ് ചെയ്യുന്നത് ഷിബു ചേട്ടനാണ്. ഷിബു ചേട്ടനെ പ്രത്യേകം ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളുടെ പ്രോഗ്രാമിൽ സർത്താവുകൊണ്ട് നെറ്റ് ശരിയാവുന്ന കേൾക്കാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. കാരണം പവർ ഡിസ്കണക്ഷനോ കേൾക്കുകയോ കാണുകയോ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് നിമിഷം ഓൾവിചേട്ടൻ എന്നുള്ള പ്രാർത്ഥനയിലൂടെ കടന്നുപോയി ആത്മാവിന്റെ നിറവിനായിട്ട് നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരിലും വസിക്കുന്ന ആത്മാവ്, പരിശുദ്ധാത്മാവ്, ദൈവദത്തമായ ആത്മാവ്, ദൈവത്തിന്റെ മകനും മകളുമായി നമ്മെ വളർത്തുന്ന ആത്മാവ്, സ്വർഗ്ഗം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ആത്മാവ്, പിതാവായ ദൈവത്തിന്റെ സ്നേഹം ആഴത്തിൽ അനുഭവിക്കുവാൻ നമ്മെ നിരന്തരം സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്, നാം ഓരോരുത്തരും പാവാവസ്ഥയിലാണെന്നും ബലഹീനരാണെന്നും നമ്മെ തിരിച്ചറിയുന്ന, നമ്മെ ബോധ്യപ്പെടുത്തുന്ന, നമ്മോട് നിരന്തരം സംസാരിക്കുന്ന പരിശുദ്ധാത്മാവ്, യേശുക്രിസ്തുവിലൂടെ കൈവന്ന രക്ഷയെ ഓരോ മനുഷ്യരുടെ ഹൃദയത്തിന്റെ ആഴത്തിലും അത് ഉറപ്പിക്കുന്ന, ബോധ്യപ്പെടുത്തുന്ന, അനുഭവമാക്കി മാറ്റുന്ന, ക്രിസ്തുവിലേക്ക് നമ്മെ വളർത്തുന്ന, ക്രിസ്തുവിൽ രൂപപ്പെടാൻ നമ്മെ നിരന്തരം സഹായിക്കുന്ന, ക്രിസ്തുവിനോടുകൂടി ഐക്യപ്പെടാനായിട്ട് നമ്മെ ഇടയാക്കുന്ന ആ പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാ ബലഹീനതകളെയും തെറ്റുകളെയും ദൈവത്തിന് മുമ്പാകെ അനുതാപത്തോടെ ഏറ്റുപറയാനായിട്ട്, വിശ്വാസത്തിന്റെ പ്രത്യുത്തരം നൽകാനായിട്ട് നമ്മെ നിരന്തരം നിർബന്ധിക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മെ തന്നെ നിരന്തരം സമർപ്പിച്ചുകൊണ്ട് മാനസാന്തരത്തിന്റെ സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്ന പരിശുദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, ഇതുവരെ നമ്മൾ കടന്നു വന്ന ഓരോ കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തെ ആഴത്തിൽ സഹായിക്കുന്ന, ആഴത്തിൽ ഉറപ്പിക്കുവാൻ നമ്മോടൊപ്പം സന്തത സഹചാരിയായി നടക്കുന്ന ആ പരിശുദ്ധമായ ദൈവത്തെ ഒരിക്കൽ കൂടി നമുക്ക് സ്വതന്ത്രമായി, നമ്മളായിരിക്കുന്ന ഇടകളിലായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് സ്വതന്ത്രമായി, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മൈക്കെല്ലാം ഓണാക്കി നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് സ്വതന്ത്രമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ആരാധിക്കുന്നു, കർത്താവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ ഒരു അനുഭവ സാക്ഷ്യം, അനുഭവ സാക്ഷ്യത്തിലൂടെ അല്ലേ നാം കടന്നു പോകുന്നതിന് ടെസ്റ്റിമണി പേര് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. ആരാ പറയുന്നേന്ന്? അപ്പൊ കുഴപ്പമില്ല. ഇല്ല, പേരുണ്ട്. മോളി ജേക്കബ് എന്ന പ്രോഗ്രാമിൽ എഴുതിയിട്ടുണ്ടല്ലോ. ആണോ? മോളി വന്നിട്ടുണ്ട്. ഹലോ ഹലോ, സാരമില്ല, കുഴപ്പമില്ല. ഞാൻ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. സോറി, വിട്ടുപോയതിന് സോറി. കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിചാരിച്ചു ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് ആ സ്പിരിറ്റോടുകൂടി ഇങ്ങനെ വന്നപ്പോഴാണ് ടെസ്റ്റിമണിയുടെ കാര്യം എടുത്തിട്ടത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് മോളി. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഗ്രൂപ്പിലൊന്നും അങ്ങനെ ടെസ്റ്റിമണി ഒന്നും പറഞ്ഞ് എനിക്ക് പരിചയമില്ല. അതുകൊണ്ട് ഇതൊരു വ്യക്തിപരമായ ഒരു ലൈഫിലെ ഒരു ടെസ്റ്റിമണി ആയതുകൊണ്ട് എനിക്കിത് പറയാനും അല്പം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ജസ്റ്റ് ചേച്ചി ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് പറയാനായിട്ട് പരിശുദ്ധാത്മാവ് ഒരു ധൈര്യം തരുന്നു. അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ പേര് മോളി. ഞാനിവിടെ അമേരിക്കയിലെ ന്യൂജേഴ്സി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 38 വർഷമായി. ഞങ്ങൾ 3 മക്കളുണ്ട്.
എൻ്റെ ഹസ്ബൻഡ് ഒരു 6 മാസം മുന്നേ ദൈവസന്നിധിയിലേക്ക് പോയി. നിങ്ങൾ ഗ്രൂപ്പിനകത്ത് ചിലപ്പം ജസ്റ്റ് ചേച്ചി ഇട്ടറിഞ്ഞു കാണുമായിരിക്കും. പെട്ടെന്നുള്ളൊരു മരണമായിരുന്നു. ഞാനിവിടെ അമേരിക്കയിൽ വന്നിട്ട് 30 വർഷത്തോളമായി. ഞാനൊരു സിറോ മലബാർ വിശ്വാസത്തിൽ ജനിച്ച് വളർന്ന ഒരു മകളാണ്. ഞങ്ങൾ ഒരു വലിയൊരു ഫാമിലിയാണ്. എനിക്ക് 9 സിബ്ലിങ്സ് ഉണ്ട്. ഞങ്ങൾ 8 പെണ്ണും 2 ആണുമാണ്. അപ്പം ഒരു സാധാരണ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് വളർന്ന വളരെ കഷ്ടപ്പാടുകൾ, എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ വളരെ കഷ്ടപ്പാടുകളിൽ കൂടെയും ബുദ്ധിമുട്ടുകളിൽ കൂടെയൊക്കെ വളർന്ന്, പക്ഷേ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങളും കൃപകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പഠിക്കാനുള്ള കഴിവുമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം പഠിച്ചൊരു ഡോക്ടറാകണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി വേറൊന്നായിരുന്നു. ഏതായാലും ഞാൻ വളരെ ചെറുപ്പകാലം വളരെ കഷ്ടപ്പാടുകളിലായിരുന്നു. പക്ഷെ വിശ്വാസം മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. കത്തോലിക്ക സ്കൂളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അങ്ങനെ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിച്ചു. അങ്ങനെ തിരുവനന്തപുരത്ത് അത് കഴിഞ്ഞ് ഡോക്ടറാകാനായിട്ടുള്ള എൻട്രൻസിന് അന്ന് മെറിറ്റ് ഇച്ചിരി കുറവായിരുന്നു. അതുകൊണ്ട് BSc നഴ്സിംഗിന് അഡ്മിഷന് കിട്ടി. അങ്ങനെ തിരുവനന്തപുരത്ത് ഞാൻ പഠിച്ചു. നഴ്സിംഗ് കഴിഞ്ഞു. നഴ്സിംഗ് കഴിഞ്ഞിട്ട് വിവാഹാലോചനകളൊക്കെ വന്നു. അപ്പം അങ്ങനെ ഒരു ആലോചന വന്നു. സിറോ മലങ്കര സഭയിലുള്ള ഒരു തിരുവനന്തപുരത്തുള്ള ഒരു ആളുമായിട്ട് വിവാഹം ആലോചിച്ചു. പെട്ടെന്ന് തന്നെ കല്യാണം, കുവൈറ്റിലായിരുന്നു പുള്ളി അന്നേരം. തിരിച്ച് അവധിക്ക് വന്ന സമയത്ത് ആലോചിച്ച് കല്യാണം നടത്തി. ആ സമയത്ത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെ ജസ്റ്റ് ഒരു 15 മിനിറ്റ് കണ്ടതേ ഉള്ളൂ. കണ്ടപ്പം എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. കാരണം ബുദ്ധിമുട്ടുകളിൽ കൂടെ കഷ്ടപ്പാടുകളിലേക്ക് അതിൻ്റെ എവിടെയെങ്കിലും പുറത്ത് പോയി കുടുംബത്തെ സഹായിക്കണം, ജീവിക്കാനുള്ള ഒരു ഏണിങ്സ് വേണം എന്നൊക്കെ ഉള്ളതേ ഉള്ളായിരുന്നു. അപ്പം വന്നപ്പം എനിക്ക് മനസ്സിലായി പുള്ളി സിഗരറ്റ് വലിക്കുന്നത്. അപ്പം ഞാൻ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്നത് എൻ്റെ ജീവിത പങ്കാളി സിഗരറ്റ് വലിയുകയും കള്ളുകുടിക്കുകയും ഇല്ലാത്ത ഒരു വ്യക്തിയെ കിട്ടണമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. അത് കൂടുതലായിട്ടൊന്നും ഞാൻ വലിയൊരു എനിക്ക് സ്വപ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. സൗന്ദര്യമോ വിദ്യാഭ്യാസം അതിനെപ്പറ്റി ഒന്നും ഞാൻ കൂടുതലൊന്നും പ്രാർത്ഥിച്ചിരുന്നുമില്ല. പക്ഷേ അന്ന് കാണാൻ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി പുള്ളി സിഗരറ്റ് വലിക്കുന്നത്. അപ്പം എൻ്റെ മനസ്സിലാണെന്ന് 23 വയസ്സുകൾ. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു കല്യാണമൊക്കെ കഴിച്ചു കഴിയുമ്പം സ്നേഹത്തോടെ ഭാര്യ പറയുമ്പോൾ അതൊക്കെ പുള്ളി അങ്ങ് നിർത്തിക്കോളും എന്നുള്ള ഒരു ചിന്തയിൽ കല്യാണം കഴിഞ്ഞു. അങ്ങനെ എൻ്റെ അപ്പൻ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കുവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്ന കൂട്ടത്തിലൊന്നും അല്ല. അപ്പം പിന്നെ ഞാനൊരു ഭാരമായിട്ട് വീട്ടിൽ നിൽക്കേണ്ട അനിയത്തിമാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കല്യാണം കഴിഞ്ഞ് പുള്ളി കുവൈറ്റിൽ പോയി. 6 മാസം കഴിഞ്ഞ് ഞാനും കുവൈറ്റിൽ പോയി. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ജീവിതം തുടർന്നു. അവിടെ കുവൈറ്റിൽ നമുക്ക് അവിടെ പള്ളിയിൽ പോകാൻ ഒരു പള്ളിയുണ്ട്, ലാറ്റിൻ പള്ളി. അവിടെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകുമായിരുന്നു. അവിടെ കുറച്ച് എനിക്ക് ജോലി കിട്ടാനൊക്കെ അവിടെ അതെല്ലാം ഒരു ജീവിതത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ലൈഫ് എനിക്ക് 5 മിനിറ്റ് കൊണ്ട് പറയാവുന്നൊരു സാക്ഷ്യമല്ല. ഒരുപാട് സാക്ഷ്യങ്ങൾ, ദൈവത്തിൻ്റെ അനുഭവങ്ങൾ ഒരുപാട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അതിനുശേഷം അവിടുന്ന് എനിക്ക് 10 മാസത്തോളം എനിക്ക് ജോലി ഇല്ലാതെ നിൽക്കേണ്ടി വന്നു. അതെല്ലാം ദൈവം ഒരു വലിയൊരു പരീക്ഷണത്തിൽ കൂടെയൊക്കെ പോയി എനിക്ക് വിസ ഇല്ലാതെ 3 ദിവസം ഞാൻ അവിടെ നിൽക്കേണ്ടി വന്നു. അവസാനം ഗവൺമെൻറ് ലെവലിലൊക്കെ ഇടപെട്ട് ഞാൻ തിരിച്ച് നാട്ടിൽ വരാതെ ജോലിക്ക് തുടങ്ങി. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ടൊരു കുഞ്ഞുണ്ടായി. അത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ നിന്നൊരു നാനിയെ കൊണ്ടുപോയി. അതിനുശേഷം 2ാമത് മോൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇറാഖിൻ്റെ ഇൻവേഷൻ വന്നു. തിരിച്ചെല്ലാവരും ഞങ്ങൾ ഒന്നുമില്ലാതെ സത്യം പറഞ്ഞാൽ തിരിച്ച് നാട്ടിൽ വന്ന് തിരുവനന്തപുരത്ത് വന്ന വാടക വീട്ടിൽ താമസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ CGFNS പരീക്ഷ പാസ്സായി അങ്ങനെ അമേരിക്കയിൽ വരികയാണ്. അപ്പോൾ അമേരിക്കയിൽ ഞാൻ ആദ്യമായിട്ട് പരീക്ഷ പാസ്സായി H1 വിസയിൽ ഞാൻ ആദ്യം വന്നു. അപ്പോൾ ഹസ്ബൻഡ് തിരിച്ച് കുവൈറ്റിൽ പോയി. മക്കളെ 2 പേരെ എൻ്റെ പേരൻസിന് അടുത്താക്കി ഞാൻ ഇവിടെ വന്നു. ഭയങ്കര ഒരു സ്ട്രഗിൾ ആയിരുന്നു. ഒറ്റയ്ക്ക് ആരുമില്ലാത്തൊരു സ്ഥലത്ത് വന്ന് ജീവിച്ചു, ജോലിയായി. അങ്ങനെ വന്ന് ഒരു 8-9 മാസം കഴിഞ്ഞപ്പം ഹസ്ബൻഡും പിള്ളേരും വന്നു. പക്ഷേ ഈ സമയത്തൊക്കെ ഹസ്ബൻഡിന് ഒരിക്കലും അമേരിക്കയിൽ വരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പുള്ളിയെ കല്യാണം കഴിച്ച് അന്ന് തൊട്ട് ആ ദിവസങ്ങൾ തന്നെ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് മദ്യപാനം ഒരു ശീലമുണ്ട് എന്നും. പക്ഷെ കുവൈറ്റിലൊന്നും അധികം മദ്യപാനത്തിൻ്റെ ഒരു സാഹചര്യങ്ങൾ അവർക്ക് കിട്ടാനൊന്നും ആ സാഹചര്യങ്ങളൊന്നും 90s ഒന്നും അത്ര ഇല്ല. അപ്പോൾ അതൊന്നും വലിയൊരു പ്രശ്നമായിരുന്നല്ലോ കുവൈറ്റിലായിരുന്ന സമയത്ത്. പിന്നെ പുള്ളിക്ക് ഭയങ്കര ഒരു ഈഗോ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇതെല്ലാം ഉണ്ടായിരുന്നു. പുള്ളി ഒരു ആവറേജ് പഠനമായിരുന്നു. കുവൈറ്റിൽ ചെന്നിട്ട് ചെറിയൊരു കമ്പ്യൂട്ടറിൻ്റെ ഇത് പഠിച്ച് അങ്ങനെ ഒരു ജോലി ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പം ഞാൻ ഈ BSc നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയങ്കര ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഈഗോ, അതൊക്കെയല്ല ഒത്തിരി ഉണ്ടായിരുന്നു. അത് ഞാൻ ആദ്യകാലങ്ങളിൽ തന്നെ ഞാനത് അനുഭവിച്ചിരുന്നു. പക്ഷെ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ അധികമായിട്ട് അങ്ങ് ബാധിച്ചില്ല. പിന്നെ കുടുംബജീവിതം മുന്നോട്ട് പോയി. അമേരിക്കയിൽ വന്നു കഴിഞ്ഞപ്പം പുള്ളിയുടെ ഡ്രിങ്കിങ് ഒക്കെ അതുകൊണ്ട് വീണ്ടും സടകുടഞ്ഞാണ് എഴുന്നേറ്റു. അങ്ങനെ വർഷങ്ങളോളം ഇതിൻ്റെ ഒരു അതിൻ്റെ ഒരു വിക്ടിമായെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. ഞാനിപ്പം ഇത് വായിക്കുമ്പോൾ ഞാൻ എൻ്റെ റോമാക്കാരുടെ എഴുതിയ 5-ാം ലേഖനത്തിൽ 4-ഉം 5-ഉം പറയുന്നുണ്ട്. കഷ്ടത സഹനശീലം ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവിൽ നമുക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന ആ ഒരു
സ്നേഹം, ആ പ്രത്യാശയിൽ നമ്മൾ ഈ സഹനത്തിലൂടെ, ഞാൻ ആദ്യകാലത്തൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഭയങ്കര എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഈ വഴക്കുണ്ടാക്കുമായിരുന്നു, ഫൈറ്റ് ചെയ്യുമായിരുന്നു, ദൈവത്തോട് വഴക്കുണ്ടാക്കി പ്രാർത്ഥിച്ചു. ഇത് എന്താണ് എനിക്ക് ഇങ്ങനെ ഞാൻ ജീവിതത്തിൽ നന്നായിട്ട് ജീവിച്ചു, പള്ളിയിൽ പോയി ജീവിച്ചു, പ്രാർത്ഥിച്ചു, ഞാൻ വെറുതെ തെറ്റായ വഴിയിൽ ജീവിച്ചില്ല, എന്തുകൊണ്ടാണ് എനിക്ക് കഷ്ടപ്പാട്, ബുദ്ധിമുട്ട് എന്നൊക്കെ ഇങ്ങനെ മറുതലിച്ച് കുറേ നാളൊക്കെ കുറേ എടുത്തു, കുറേ സഹനം എടുത്തു. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരിക്കൽ പോലും ഈ പുള്ളിയെ ഉപേക്ഷിക്കാനോ അങ്ങനെയൊന്നും ഒരു സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയോ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. പക്ഷെ വർഷങ്ങൾ മുന്നോട്ട് പോയി, ജീവിതം നമ്മുടെ ജീവിതത്തിൽ സത്യം നമുക്കറിയാം, നമ്മുടെ വീട് എന്ന് പറയുന്നത് ഏറ്റവും സുരക്ഷിതത്വമുള്ള ഒരു സ്ഥലമായിരിക്കണം, ഭാര്യയ്ക്കും മക്കൾക്കും ഏറ്റവും സുരക്ഷിതത്വമുള്ള ഒരു സ്ഥലമായിരിക്കണം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ വീട് ഒരു സുരക്ഷിതത്വമല്ലാത്ത സാഹചര്യങ്ങൾ പല ദിവസങ്ങളിലുണ്ടായിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാൻ പേടിയായിരുന്നു. കാരണം പുള്ളി കുടിക്കാത്ത സമയത്ത് നല്ലൊരു മനുഷ്യനാണ്. ഇത്രയും നല്ലൊരു മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്ത് അതുപോലെ സ്നേഹം, വീട്ടിലെ കാര്യങ്ങൾ നോക്കും, ജോലിക്ക് പോകും, പഠിക്കും, ഹാർഡ് വർക്കിംഗ് ആണ്, മറ്റുള്ളവരെ സഹായിക്കും, പ്രാർത്ഥിക്കും, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഈ സംഗതി എപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് കൺട്രോൾ ഇല്ല, പിന്നെ ഒരു നരകമാണ് ഇവിടെ. അങ്ങനെ വർഷങ്ങൾ പോയി, ഈ ജീവിതത്തിൽ ഈ സഹനങ്ങളിൽ കൂടെ എല്ലാം പോയി. ഞാൻ 2009 ഒരിക്കൽ, ഞാൻ ഇപ്പോഴും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്നു, പുള്ളി കുടിച്ച് വീണ, നെറ്റി പൊട്ടി, ആശുപത്രിയിലൊക്കെ പോയി സ്റ്റിച്ചൊക്കെ ഇട്ട് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ ജോലി കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഞാനിങ്ങനെ ഒരു അച്ഛനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്കറിയില്ല ഞാൻ എങ്ങനെ ഇത് മുന്നോട്ട് പോകുന്നത്, എനിക്കറിയത്തില്ല, പിള്ളേരുടെ സേഫ്റ്റി, പിള്ളേരങ്ങ് പേടിക്കുന്നു, അവർക്ക് ബുദ്ധിമുട്ട്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ ഒരു വാക്ക് ഞാൻ ദൈവത്തോട് പറഞ്ഞു, എന്ത് വന്നാലും വേണ്ടില്ല, ഞാൻ ഈ മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപേക്ഷിക്കില്ല എന്നൊരു തീരുമാനം ഞാൻ ദൈവത്തിന് മുന്നിലെടുത്തു. അത് കഴിഞ്ഞ് ഞാനങ്ങനെ ജീവിതം മുന്നോട്ട് പോയി. വർഷങ്ങളോളം ഇതൊന്നും മാറിയില്ല. പുള്ളി പിന്നെ ഇൻപേഷ്യൻ റീഹാബ്, ഔട്ട് പേഷ്യൻ റീഹാബ്, കൗൺസിലിങ്, ധ്യാനങ്ങൾ, ലോകത്തിലെ ഏതൊക്കെ അച്ഛന്മാർ പുള്ളിക്ക് കൗൺസിലിംഗ് കൊടുക്കാമോ അതെല്ലാം കൊടുത്തു. വട്ടായിലച്ഛൻ, പനക്കലച്ഛൻ, ഇവിടെ അണക്കൻ്റെ ധ്യാനത്തിന് പോയി. ഇതെല്ലാം പുള്ളി കൂടുകയും ചെയ്യും, എല്ലാം ചെയ്യും. ഞാൻ എന്നിട്ട് പലപ്പോഴും ആലോചിച്ചു, കർത്താവ് ഈ മനുഷ്യൻ എന്തുകൊണ്ടാണ്, ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട്, എന്താണ്? അപ്പം ഇനി എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നു, പുള്ളി വളർന്നു വന്ന സാഹചര്യങ്ങളിൽ പുള്ളിക്ക് കിട്ടാത്ത സ്നേഹം അല്ലെങ്കിൽ റിജക്ഷൻ, കുറെ ഫാമിലി ഹിസ്റ്ററി, ഇതൊക്കെയാണ് പുള്ളിയുടെ ജീവിതത്തിൽ ഇതാക്കിയെന്ന്. പക്ഷേ എനിക്ക് ഒരിക്കൽ പോലും ഈ മനുഷ്യനെ വെറുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതെന്താണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. അത് എൻ്റെ ഒരു മിടുക്കുമല്ല, ദൈവത്തിൻ്റെ കൃപയൊന്നും മാത്രമാണ്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ജീവിതത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുകൾ, പിള്ളേർ വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളായി, ഇവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ആദ്യകാലങ്ങളിലൊക്കെ ഞാനിതെല്ലാം ഒളിച്ചു വെച്ചു, സമൂഹത്തിൽ നിന്ന് ഒളിച്ചു വെച്ചു, പിള്ളേരിൽ നിന്ന് ഒളിച്ചു വെച്ചു. പക്ഷേ പിന്നെ അത് കൂടുതൽ വിസിബിളായി. അങ്ങനെ കാലങ്ങളെ കഴിഞ്ഞു പോയി. അങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ ഈ പുള്ളിയെ എൻ്റെ ഏറ്റവും വലിയ ടെസ്റ്റ് മണി എന്ന് പറഞ്ഞാൽ ഈ സഹനത്തോടെയെല്ലാം പോയപ്പോഴും എനിക്ക് പുള്ളിയെ സ്നേഹിക്കാൻ എനിക്ക് പറ്റി. അതെന്താണെന്ന് എനിക്ക് തന്നെ ഇപ്പോഴും അറിയത്തില്ല. അപ്പോൾ എന്തുമാത്രം പുള്ളി എന്നെ വേദനിപ്പിച്ചാലും പുള്ളിയെ സ്നേഹിക്കാനും പുള്ളിയെ ശുശ്രൂഷിക്കാനും പുള്ളിയെ കരുതലോട് ചേർത്ത് പിടിക്കാനും ദൈവം എനിക്കൊരു വലിയൊരു കൃപ തന്നു. അത് തീർച്ചയായിട്ടും അത് പരിശുദ്ധാത്മാവിനുള്ള കിട്ടിയ ഒരു കൃപയാണെന്ന് എനിക്കറിയാം. കാരണം ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ ഒരുപാട് ഫൈറ്റ് ചെയ്തു. അപ്പോൾ ഈ വചനത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ സഹനങ്ങളിൽ കൂടെ ദൈവം എന്നെ ഒരുക്കി ഇങ്ങനെ കൊണ്ടുവന്നു. നമ്മൾ പ്രഭാഷകന്റെ പുസ്തകത്തിൽ രണ്ടാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങൾ നമ്മൾ ശാന്തത കൈവടിയത്, സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കുന്നത്, അതുപോലെ സഹനത്തിന്റെ ചൂളയിൽ ദൈവത്തിന് സ്വീകാര്യമായ മനുഷ്യരെയും. അപ്പം ദൈവം അങ്ങനെ എന്നെ ഒരുക്കി ഞാനങ്ങനെ ദൈവത്തോട് ഒരുപാട് അടുത്ത് ജീസസ് യൂത്തിനെ കാണാൻ, ഞാൻ പിള്ളേരെ ജീസസ് യൂത്തിൽ ഇൻവോൾവ് ആക്കാനായിട്ട് ഞാൻ ജീസസ് യൂത്ത് മൂവ്മെന്റിൽ ചേർന്നു. അവിടെയൊക്കെ എനിക്കൊരു വലിയൊരു കൂട്ടായ്മ ഉണ്ടായി. പ്രാർത്ഥന കൂട്ടായ്മയിൽ ഇന്റർസെഷൻ മിനിസ്ട്രി, അങ്ങനെ ഒരുപാട് എനിക്ക് ആത്മീയമായി വളരാനും ധ്യാനത്തിലൊക്കെ പങ്കെടുക്കാനും വിശ്വാസത്തിൽ ആഴപ്പെടാനും ഒക്കെ എനിക്ക് സാധിച്ചു. അപ്പം അതാണ് എൻ്റെ വലിയൊരു ടെസ്റ്റ് മണി. ഇതിപ്പം നിങ്ങളോടിപ്പം ഞാൻ നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ആരെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു മദ്യപാനി അല്ലെങ്കിൽ ഒരു ആൽക്കഹോളിക് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ജീവിതത്തിൽ അവർ പോകുന്ന അനുഭവങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. ഇതിൻ്റെ അവസാനം ഞാൻ പറയാൻ വന്നത്, അതിനുശേഷം പുള്ളി ജോലി കഴിഞ്ഞ പുള്ളി ഒരു വീഴ്ചയോടെ പുള്ളിക്ക് ഒരു ഇഞ്ചറി ആയി. അത് കഴിഞ്ഞ് നാട്ടിൽ പോയി. പുള്ളിക്ക് ഇവിടെ ജീവിക്കേണ്ട, എപ്പോഴും പറയാം നാട്ടിൽ പോയി ജീവിക്കണം, നാട്ടിൽ പോയി മരിക്കണം, നാട്ടിൽ അടക്കണം എന്ന് എപ്പോഴും പറയുമായിരുന്നു. പുള്ളിക്ക് അമേരിക്ക ഒരിക്കലും പുള്ളി ഉൾക്കൊണ്ടിട്ടില്ല, അമേരിക്കയിൽ ജീവിക്കാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ പുള്ളി ഡിസബിലിറ്റി ആയിട്ട് നാട്ടിൽ പോയി. അങ്ങനെ 2 വർഷത്തോളം എന്നെ ഇവിടെ ഒറ്റയ്ക്കിട്ടിട്ട് പുള്ളി നാട്ടിൽ പോയി. അന്നേരമെല്ലാം എനിക്ക് ഒരുപാട് വേദനകളായിരുന്നു, എന്തുകൊണ്ട് പുള്ളി ഇങ്ങനെ എന്നെ ചെയ്തു. അപ്പം ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, വിചാരിക്കും ഇന്ന് പുള്ളി മാറി, ഇന്ന് നാളെ മാറി, ഞങ്ങൾ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ലൈഫ് എനിക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പുള്ളി നാട്ടിൽ പോയി. അങ്ങനെ ഇടയ്ക്കൊന്ന് 2 പ്രാവശ്യം കൂടെ വന്നു. അപ്പോൾ ഈ പുള്ളി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് മരിച്ചത്. മരിക്കുന്നതിന് മുന്നേ ഒരു 4-5 മാസം പുള്ളി ഇവിടെ വന്നു. ഒരു ഹെൽത്ത് പ്രോബ്ലമായിട്ട് ഒരു ചെക്കപ്പിന് വന്നതാണ്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി 5 മാസം എൻ്റെ കൂടെ താമസിച്ചു. ഒരു പക്ഷേ ഒരു 38 വർഷത്തിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു 5 മാസം അതായിരുന്നു. പുള്ളിക്ക് ഫിസിക്കലി ഒരുപാട് ഡിസബിലിറ്റീസ്, ഹെൽത്ത് കണ്ടീഷൻസ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എങ്കിലും ആകെ പുള്ളി വളരെ ഡൗൺ ആയി, പുള്ളി വളരെ പീസ്ഫുൾ ആയി, ഒരു
ശാന്തമായ ഒരു സ്വഭാവമായി. അങ്ങനെ ഇവിടെ വന്ന് 5 മാസം താമസിച്ചു. പുള്ളിക്ക് പിന്നെ തിരിച്ച് നാട്ടിൽ പോകണം, ഹെൽത്തിൻ്റെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞ് പുള്ളി പോയി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി ഒന്ന് വീണ, നെക്ക് ഇഞ്ചുറി ആയി, സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയി, അങ്ങനെ അഡ്മിറ്റായി. അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോൾ എന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ അങ്ങനെ അഡ്മിറ്റ് ആയെന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ സമയം പോകുന്നത് എനിക്കറിയാം. അങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പിറ്റേ ദിവസം പോകാനായിട്ട് പുള്ളി ICUയിൽ അഡ്മിറ്റായി. പിന്നെ കാല് രണ്ടും തളർന്നു, അനക്കാൻ വയ്യ, നടക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് പോകാനായിട്ട് ഇങ്ങനെ ഒരുങ്ങും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അവിടെ താമസിക്കുന്നത്, എൻ്റെ മോൻ വേറെ വെളിയിലായിരുന്നു താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പോകാനായിട്ട് പിള്ളേരോട് പറഞ്ഞു ഞാനിങ്ങനെ നാട്ടിൽ പോവുകയാണ്, പപ്പായ്ക്ക് ഇങ്ങനെ വയ്യ. അപ്പം ഉടനെ ഇവന് എന്നോട് ചോദിച്ചു, അവനപ്പം വരാനായിട്ട് പ്ലാൻ ചെയ്തു. പെട്ടെന്ന് അവനും ടിക്കറ്റൊക്കെ എടുത്തു, അവൻ എൻ്റെ കൂടെ വന്നു. അപ്പം അവനും എൻ്റെ കൂടെ വന്ന് ഞങ്ങൾ അവിടെ നാട്ടിൽ ചെന്നു. പിന്നെ അത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇച്ചിരി ബെറ്റർ ആയി. പുള്ളി നെക്കിൻ്റെ സർജറി ചെയ്തു. പുള്ളി ട്യൂബ് വെന്റിലേറ്ററിലായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. ട്യൂബ് മാറ്റി ഞങ്ങൾ സംസാരിച്ചു. വളരെ നോർമലായിട്ട് സംസാരിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും പുള്ളിയുടെ കണ്ടീഷൻ വേഴ്സായി. പുള്ളിയെ ഇൻറ്റിബേറ്റ് ചെയ്തു. പുള്ളി അങ്ങനെ മരിച്ചു. മറ്റേ 2 മക്കളും എന്നാൽ ഞങ്ങൾ നാട്ടിലടക്കി. ഞാനത് പറയാൻ കാര്യമാണ്, അല്ല ഈ മോനുമായിട്ട് ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു വളർന്നു വന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ആൺകുഞ്ഞല്ലായിരുന്നു. അപ്പം അവന് ഒരുപാട് പപ്പായുടെ ഭയങ്കര മനസ്സിൽ ഒത്തിരി വേദന, ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി നാട്ടിൽ പോകുമ്പോഴേ ഞങ്ങളെല്ലാവരും പിള്ളേരെല്ലാം പറഞ്ഞു, പപ്പ നാട്ടിൽ പോയാൽ പപ്പായ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല, അത് ഓർത്ത് ചിന്തിച്ചു വേണം പപ്പായ്ക്ക് പോകണം. പുള്ളി അവിടെ പോയി ഒറ്റയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അന്ന് ഞാൻ ഈ ആശുപത്രിയിലാണെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, മമ്മി ഞാനും കൂടെ വരട്ടെ. ഞാൻ എൻ്റെ മനസ്സിൽ പോലും അവനോട് ചോദിക്കാൻ പോലും ഞാൻ മനസ്സിൽ ചിന്തിച്ചില്ല. അവനും എൻ്റെ കൂടെ വന്നു. ആ അവസാന നിമിഷങ്ങളിൽ അപ്പൻ്റെ കൂടെ അവിടെ നിൽക്കുവാനും അവരെ എന്നിട്ട് സത്യം പറഞ്ഞാൽ അവനോട് ഞാൻ പറഞ്ഞു, അപ്പം പുള്ളി വെല്ലേട്ട കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഇഫ് യു ഹാവ് എനിത്തിങ് അഗൈൻസ്റ്റ് പപ്പ forgive him. എന്നിട്ട് അവനോട് പറഞ്ഞു, മമ്മി ഐ forgive him and I love you പപ്പ എന്ന് പറഞ്ഞ അവസാന നിമിഷം ആ ഒരു ദൈവത്തിൻ്റെ ഒരു സ്നേഹം, അവർ തമ്മിലുള്ള ഒരു റെക്കൺസിലിയേഷൻ എനിക്ക് കാണാനായിട്ട് ദൈവം അനുവദിച്ചു. അത് പറയാനായിട്ടാണ് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു സാക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു മോളി ആൻറ്റി. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റിമണി ആയിരുന്നു അത്. റിയലി ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. ഒരുപാട് കണ്ടുപഠിക്കാനും ജീവിതത്തിലെ സഹനങ്ങളിൽ ഈശോയിലെ പരിപൂർണമായി ആശ്രയിക്കുവാനും ഒക്കെ ഉള്ള ആ ഒരു വലിയ മാതൃകയ്ക്ക് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. തുടർന്ന് ക്ലാസ് എടുക്കുവാൻ ഷിബു ചേട്ടനെ ക്ഷണിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മള് മോളിച്ചേച്ചിയിലൂടെ ആത്മാവ് നയിക്കുന്ന ഓരോ മനുഷ്യനിലും പരിശുദ്ധാത്മാവ് എപ്രകാരമാണ് നയിക്കുന്നത് കേൾക്കാമല്ലോ അല്ലെ? പരിശുദ്ധാത്മാവ് ഓരോ നിമിഷവും എപ്രകാരമാണ് ഓരോ വ്യക്തിയെ നയിക്കുന്നത്. തൻ്റെ കൂടെ ജീവിക്കുന്ന മനുഷ്യരെ ഒക്കെ സ്നേഹിക്കാനായിട്ട്, ഉൾക്കൊള്ളാനായിട്ട് ആത്മാവ്, പരിശുദ്ധാത്മാവാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതങ്ങളെല്ലാം നയിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നമ്മൾ അല്പം കൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ, ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാനായിട്ട് കുറെ കൂടി നമ്മൾ ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞു, നമ്മളെ തുടക്കം മുതൽ കണ്ടുവന്ന ദൈവരാജ്യ അനുഭവത്തിലേക്ക് ഒരു മനുഷ്യന്റെ ചിന്തയെ ഉണർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. സ്നേഹിക്കുന്ന പിതാവിനെ കണ്ടുമുട്ടാൻ, ആ പിതാവിന്റെ സ്നേഹം അനുഭവിക്കാൻ ഇടയാക്കുന്ന ആത്മാവാണ്. ഞാൻ ബലഹീനനാണെന്നും ഞാൻ പാവാവസ്ഥയിലാണെന്നും നിരന്തരമായ അവബോധത്തിൽ നമ്മെ വളർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. യേശുക്രിസ്തുവിലൂടെ കൈവന്ന രക്ഷ ആഴത്തിൽ അനുഭവിക്കാൻ, സ്വന്തമാക്കാൻ യേശുക്രിസ്തു നമ്മിൽ വളരാനായിട്ട് ഇടയാക്കുന്ന പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവാണ് വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലേക്ക്, നല്ല കുമ്പസാരം നടത്താൻ, നമ്മുടെ ജീവിതത്തെ വിശ്വാസപൂർവ്വം കാണാനായിട്ട് ഇടയാക്കുന്നത്. ആ പരിശുദ്ധാത്മാവാണ് നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിച്ച മാനസാന്തരത്തിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യാൻ നമ്മെ നിരന്തരം കൈപിടിച്ച് സഹായിക്കുന്നത്. ആ ആത്മാവ്, ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ നാം പ്രാർത്ഥിക്കണം എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ദാഹിക്കാത്തവന് ജലം കിട്ടിയിട്ട് കാര്യമില്ല എന്ന് നമുക്കറിയാം. ദാഹിക്കാത്ത ഒരുവന് എത്ര നല്ല ഭക്ഷണം കൊടുത്തിട്ടോ, വിശക്കാത്ത ഒരുവന് എത്ര നല്ല ഭക്ഷണം കൊടുത്തിട്ടോ, അല്ലെങ്കിൽ എത്ര നല്ല ഡ്രസ്സ് കൊടുത്തിട്ടോ, എത്ര സമ്പത്ത് കൊടുത്തിട്ടോ കാര്യമില്ല. കാരണം അവനത് ഉപയോഗിക്കില്ല. കാരണം ദാഹമില്ലാത്തതുകൊണ്ട്, ആഗ്രഹമില്ലാത്തതുകൊണ്ട്. നല്ല വീട് വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരുവന് എത്ര നല്ല വീട് കൊടുത്താലും അത് ഏറ്റവും വൃത്തിഹീനമായി, മോശമായി അവൻ അത് ഉപയോഗിക്കുമെന്നുള്ളതാണ്. നല്ല ഡ്രസ്സ് വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരുവന് അത് കൊടുത്താൽ അവൻ ആ ഡ്രസ്സ് എങ്ങനെയായിരിക്കും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എന്തിനാണെങ്കിലും അതിനോടുള്ള താല്പര്യവും ദാഹവുമാണ് അവരെ നന്നായി സൂക്ഷിക്കാൻ, അതിനെ സ്നേഹിക്കാനായിട്ട് പഠിക്കുന്നത്. പരിശുദ്ധാത്മാവും അങ്ങനെ തന്നെ. ആത്മാവിനോടുള്ള വലിയ ആഗ്രഹവും ദാഹവും നമുക്ക് വേണം. ആ ദാഹത്തിലാണ് ദൈവത്തെ ആഴത്തിൽ അറിയാൻ
ക്രിസ്തുവിൽ ആഴത്തിൽ അറിയാനായിട്ട് നമ്മെ ഇടയാക്കുന്നത് എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. വേണമെങ്കിൽ ആർക്കെങ്കിലും വായിക്കാൻ കിട്ടും. നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നുണ്ടെങ്കിലും വിശുദ്ധ ഗ്രന്ഥം ഉണ്ടെങ്കിലും ആർക്കെങ്കിലും വായിച്ചു പോകാം. ഞാൻ അങ്ങനെ പറഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചുകൂടെയാണ്. യോഹന്നാൻ 14-16 നമ്മൾ വായിക്കുന്നത്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരികയും ചെയ്യും. അപ്പം ഈശോ പറയാണ്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കും, നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക്. സഹായകനാണ് പരിശുദ്ധാത്മാവ്. നിത്യസഹായകൻ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളാണ് ആത്മാവ് സഹായിക്കുന്നത്? മോളി ചേച്ചി നമ്മോട് ഈ സമയങ്ങളിൽ പറഞ്ഞതുപോലെ തന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിരന്തരം കൂടെ നിന്ന് സഹായിക്കുന്ന ആ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ ജീവിതത്തിൽ ഉപേക്ഷിക്കില്ല എന്ന് പറയുമ്പോൾ ഉപേക്ഷിക്കാതെ ചേർത്ത് പിടിക്കാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്. ആ വ്യക്തിയുടെ ജീവിതം നമ്മൾ രണ്ടാമത്തെ നിത്യമായ യാഥാർത്ഥ്യം പഠിച്ചത്, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നും ഞാൻ എല്ലാവരെയും വ്യക്തിപരമായ വ്യവസ്ഥ കൂടാതെ അവരായിരിക്കുന്ന വിധം സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വലിയ ചിന്തയാണ്. മോളി ചേച്ചി ഇപ്പൊ നമ്മോട് പറഞ്ഞപ്പോൾ തന്റെ ജീവിത പങ്കാളി ആയിരിക്കുന്ന അവസ്ഥയിൽ ആ മദ്യപാനത്തിന്റെയോ ജീവിതത്തിന്റെ മറ്റു മേഖലകളിലായിരുന്ന മേഖലകളിലൊക്കെ ആ വ്യക്തിയെ അതുപോലെ തന്നെ സ്നേഹിക്കുന്നതിന്, അതുപോലെ തന്നെ ചേർത്ത് പിടിക്കുന്നതിന് സഹായിച്ചത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന എല്ലാ ജീവിതത്തിന്റെ സാഹചര്യത്തിലും, നിങ്ങൾ അമേരിക്കയില് അവിടെ ചെന്ന് അവിടെ എത്തപ്പെടുകയും അവിടെ ജീവിക്കുകയും അവിടെ ജോലി ചെയ്യുകയും ഇപ്പോൾ കടന്നു പോകുന്ന മാനസികമായ സംഘർഷങ്ങളുടെ നടുവിലും നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ അനുഭവിക്കുന്ന എല്ലാ സന്തോഷങ്ങളുടെയും എല്ലാ ആനന്ദത്തിന്റെയും ദുഃഖത്തിന്റെയും പ്രയാസത്തിന്റെയും നടുവിലും അതിനെയൊക്കെ സ്വീകരിക്കാൻ സഹായിക്കുന്ന നിത്യസഹായകരായ പരിശുദ്ധാത്മാവുണ്ട്. ആ ആത്മാവിനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ, ആ ആത്മാവിൽ വളരാനാണ് അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 14:26 ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കണമെന്ന്, എല്ലാവരെയും സ്നേഹിക്കണമെന്ന്, നമ്മുടെ എല്ലാ വീഴ്ചകളെയും ബലഹീനതകളെയും കണ്ടെത്തുന്ന, ക്രിസ്തുവിന്റെ കരങ്ങളെ നമ്മുടെ ജീവിതത്തെ മുഴുവൻ ഏൽപ്പിക്കുന്ന, ഒരാളോട് എന്ത് പറയണമെന്ന്, എങ്ങനെ സംസാരിക്കണമെന്ന്, ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് എല്ലാ കാര്യങ്ങളിലും നമ്മളെ നിരന്തരം സഹായിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവം. ഈശോ ഈ ലോകത്തിൽ വന്ന് പഠിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച് ഒക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനായി നിത്യസഹായകനായ ആത്മാവിന് വേണ്ടി പ്രിയപ്പെട്ടവരെ നമുക്ക് ആഗ്രഹിച്ച് ദാഹിക്കാം. ആ ആത്മാവ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ എത്രമാത്രം സജീവമാക്കപ്പെടാൻ, എത്രമാത്രം പ്രവർത്തനക്ഷമമാക്കപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവോ, അതിനായിട്ട് നാം ശ്രമിക്കുന്നുവോ, അപ്പോഴാണ് ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയുള്ളൂ എന്നുള്ളതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം മുതൽ നമ്മൾ വായിച്ചു കടന്നു പോകുമ്പോൾ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ ചൈതന്യത്തെ, നമ്മൾ ജീവിക്കുന്ന പ്രപഞ്ചത്തിന്റെ ഓരോ ഇടങ്ങളിലും സജീവമാക്കപ്പെടുന്ന ആത്മാവിന്റെ പ്രവർത്തനത്തെയാണ് അവിടുന്ന് സൂചിപ്പിക്കുന്നത്. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ട്. രൂപരഹിതമായിരുന്ന ഭൂമിയെ രൂപമുള്ളതാക്കി മാറ്റിയ, ശൂന്യമായിരുന്ന ഭൂമിയെ സമ്പൽ സമൃദ്ധമാക്കി മാറ്റിയ, എല്ലാ വിധത്തിലും ജീവന്റെ തുടിപ്പുകൾ രൂപപ്പെടുത്തിയ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ സജീവമാക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും ക്രമവും കൃത്യതയും ഉണ്ടാവുക. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ശൂന്യമായിരുന്നിടത്ത് ലക്ഷ്യബോധത്തിലേക്ക് നമ്മെ നയിക്കുന്നത്, നമ്മൾ യാത്ര ചെയ്യേണ്ട വഴിയെക്കുറിച്ച് കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്താണ്, എങ്ങനെയാണ്, എങ്ങോട്ടാണ് യാത്രയെന്ന് നമ്മെ നിരന്തരമായിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൃത്യത ഉണ്ടാക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. പണ്ടാരോ പറഞ്ഞതുപോലെ
ഒരു തോണിക്കാരൻ, ഒരു വഞ്ചിക്കാരൻ, മുത്തപ്പൻ എന്നാണ് അയാളെ വിളിക്കുന്നത്. അയാളെ ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് ആൾക്കാരെ തോണിയിൽ കൊണ്ടുപോവുകയാണ് അയാളുടെ ജോലി. ഒരു ദിവസം ഇങ്ങനെ വന്നപ്പോൾ ആ തോണി, വഞ്ചി കരയിൽ കെട്ടിയിട്ടിട്ടുണ്ട് വെള്ളത്തില്. അപ്പൊ യാത്രക്കാരൻ ചോദിച്ചു, മുത്തപ്പ വഞ്ചി എപ്പം പോകും? മുത്തപ്പ പറഞ്ഞു, പോകുമ്പോ പോകും, എപ്പ എത്തും? എത്തിയാൽ എത്തി. എങ്ങനെ പോകും? എങ്ങനെ വേണേലും പോകാം. ആ കെട്ടിയിട്ടിരിക്കുന്ന മുത്തപ്പന്റെ വഞ്ചി ആ കരയിൽ തന്നെയാ, അത് ഒരിക്കലും അപ്പുറത്തേക്ക് പോവുകയല്ല. മുത്തപ്പന് തന്നെ അറിയത്തില്ല ഇത് എപ്പോഴാ പോകുന്നത്, എങ്ങോട്ടാ പോകുന്നത്, എവിടെയാ എത്തുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ഈ ജീവിതത്തിൽ ഒരു മരത്തിൽ കെട്ടിയിട്ടതുപോലെ നമ്മൾ പലപ്പോഴും കെട്ടപ്പെട്ട് നിൽക്കുമ്പോൾ, നമ്മൾ പലപ്പോഴും എങ്ങോട്ടും നീങ്ങാൻ കഴിയാതെ, സ്വാതന്ത്ര്യമില്ലാതെ വീർപ്പുമുട്ടുമ്പോഴും ഈ ആത്മാവാണ് യഥാർത്ഥത്തിൽ നമ്മെ സ്വതന്ത്രരാക്കുന്നത്. ഈ പരിശുദ്ധാത്മാവാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യബോധത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. ഈ ആത്മാവാണ് വളരെ ആനന്ദത്തോടെ യാത്ര ചെയ്യാൻ നമ്മെ സഹായിക്കുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മൾ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ വായിച്ച് കടന്നു പോകുമ്പോൾ ഈ പരിശുദ്ധാത്മാവ്, വെളിപാടിന്റെ പുസ്തകം 22:17 നാം വായിക്കുന്നുണ്ട്. ആത്മാവും മണവാട്ടിയും പറയുന്നു, വരിക. കേൾക്കുന്നവൻ പറയട്ടെ, വരിക. ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. അപ്പൊ ഇവിടെ വളരെ കൃത്യമായി പറയുന്നു, വാ, വന്ന് നിനക്ക് ആവോളം ഈ ആത്മാവിനെ കുടിക്കാൻ സൗജന്യമാണ് എന്നുള്ളതാണ്. സൗജന്യം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഫ്രീ ആണ്. സൗജന്യം എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ് എന്നുള്ളതാണല്ലേ. എന്തെങ്കിൽ ഒരു മൊബൈൽ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. കാണാമല്ലോ, കാണാമോ ഇല്ലയാവോ? കാണാം. ഇത് ഫ്രീ ആണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വേണം. ആർക്കാ വേണ്ടേ? ആർക്കെങ്കിലും വേണോ? എനിക്ക് വേണം. ആ, വേണമെന്ന് പറഞ്ഞ് കൈ നീട്ടിയാൽ മാത്രമേ കിട്ടൂ. സൗജന്യമാണ് എന്നതുകൊണ്ട് വെറുതെ കിട്ടില്ല. കിട്ടണമെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രത്യുത്തരം ഉണ്ടാവണമെന്ന് നമ്മൾ ഏത് സാധനവും, ഇപ്പൊ നമുക്കൊരു ഐസ്ക്രീം തരുമ്പോൾ, ഒരു മുട്ടായി തരുമ്പോൾ ഇന്നാ എന്ന് പറഞ്ഞ് നീട്ടുമ്പോൾ നമ്മൾ ആയിക്കോട്ടെന്ന് പറഞ്ഞ് മേടിക്കണം. നമ്മൾ കൈയും കെട്ടി വേണ്ട, നിന്റെ സാധനം ഒന്നും എനിക്ക് വേണ്ട എന്നുള്ള മനോഭാവത്തിൽ നിന്നാൽ നമുക്ക് ആ ഐസ്ക്രീം കഴിക്കാൻ, ആ ചോക്ലേറ്റ് കഴിക്കാൻ, എന്ത് സാധനം തരുമ്പോൾ നമുക്ക് കഴിക്കാൻ, അല്ലെങ്കിൽ നമുക്കൊരു ടീഷർട്ട് തരുമ്പോൾ അത് സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ കൈ നീട്ടി മേടിക്കണം എന്നുള്ളതാണ്. അത് എൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രത്യുത്തരമാണ്. സൗജന്യമായി ആത്മാവിനെ നാം സ്വീകരിക്കണമെങ്കിൽ, നാം സ്വന്തമാക്കണമെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രത്യുത്തരം ആവശ്യമാണ് എന്നുള്ളതാണ്. എൻ്റെ ഭാഗത്തുനിന്ന് റെസ്പോണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് സൗജന്യമാണ്. എന്തേലും കുടിക്കാം, എന്തേലും വേണേലും കുടിച്ചോളൂ, അതിനകത്ത് ഒരു തടസ്സവുമില്ല. ആവശ്യത്തോളം മുഴുവൻ എടുക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്നുള്ളതാണ്. അപ്പൊ വിശുദ്ധ എന്ന് പറയുന്നു, ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ കുടിക്കട്ടെ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 1:14 നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ജെറുസലേം പോകരുത്, എന്നിൽ നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. അപ്പൊ ഒരുമിച്ചൊരു കൂട്ടായ്മയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ പ്രത്യുത്തിൽ ആഴമായ അനുതാപത്തോടെ പാപങ്ങളെ കുറിച്ച് നിരന്തരം ഏറ്റുപറഞ്ഞ അനുതാപത്തിന്റെ ഹൃദയത്തിലാണ് ആത്മാവ് ചലനാത്മകമാവുക. നമ്മൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനതകളെയും വീഴ്ചകളെയും കണ്ടെത്തി അനുതാപത്തിന്റെ ഹൃദയത്തോടെ ജീവിക്കുന്നുവോ, ആ അനുതാപത്തിന്റെ ഹൃദയത്തിൽ ആത്മാവ് സജീവമാക്കപ്പെടുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തെ മുഴുവൻ അവിടുത്തെ കരങ്ങളിൽ കൊടുത്ത് ക്രിസ്തുവിന്റെ കാൽപാദത്തിൽ നമ്മുടെ എല്ലാ സമ്പന്നതയും എല്ലാ ബലഹീനതകളെയും സമ്പൂർണമായി ഏൽപ്പിച്ച് മാനസാന്തരത്തിന്റെ ജീവിതം നയിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ ആഴവും വ്യാപ്തിയും അനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനയിൽ ഈ ആത്മാവ് നമ്മെ സജീവമാക്കപ്പെടുകയാണ്. ജെറുസലേം എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന ഇടം എന്നാണ്. ദൈവത്തിന്റെ ഭവനം വിട്ടുപോകാതെ ദൈവത്തോട് ചേർന്ന് നാം പ്രാർത്ഥിക്കുമ്പോഴാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ത്രിത്വൈക ദൈവം നിരന്തരം വസിക്കാനായി നമ്മൾ അനുവദിച്ചുകൊണ്ട് ആ ത്രിത്വൈക ദൈവത്തോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ അധ്വാനിക്കുമ്പോൾ ഈ ആത്മാവ് നമ്മളിൽ പ്രവർത്തനക്ഷമമാകുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 2:24 നാം വായിക്കുന്നത്, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആത്മാവ് പ്രവർത്തിക്കുന്നത് നീ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കിയിട്ടോ, നീ ഏത് ജനവിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് നോക്കിയിട്ടോ,
നീ എത്രമാത്രം നല്ലവനാണെന്ന് നോക്കി കേട്ടോ, ഒന്നുമല്ല. മറിച്ച ആത്മാവ് നമ്മുടെ ഒക്കെ വ്യക്തിപരമായ ജീവിതത്തിന്റെ ആഗ്രഹവും ദാഹവും വഹിച്ച ആത്മാവ് എല്ലാവരിലും പ്രവർത്തനക്ഷമമാണ്. സത്യത്തിലും നന്മയിലും വിശുദ്ധമായിട്ടുള്ളതിലെല്ലാം പ്രവർത്തിക്കുന്ന ആത്മാവ് നമ്മളിൽ സജീവമാക്കപ്പെടുകയാണ്. അതുകൊണ്ട് ആത്മാവ് നമ്മളിൽ സജീവമാക്കപ്പെടാൻ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്ന് നമുക്ക് വേറെ അർത്ഥത്തിൽ പറയാം. മാമോദിസയിലൂടെ നമുക്ക് ലഭിച്ച പ്രത്യേകമായ ആത്മാവ് സജീവമാക്കപ്പെടാനായിട്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ പുതിയ മനുഷ്യരാവാൻ, പുതിയ വ്യക്തികളായി തീരാൻ നമ്മൾ തീക്ഷണമായി തീവ്രമായി ആഗ്രഹിക്കണം. ആത്മാവാണ് നമ്മളെ പുതുതാക്കി തീർക്കുക എന്നുള്ളതാണ്. 2 കൊരിന്തോസ് 1:22 വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുന്നത് ഇപ്രകാരമാണ്. അത് വിശുദ്ധ മാമോദിസയുമായി ബന്ധപ്പെട്ടാണ്. അവിടുന്ന് നമ്മിൽ തന്നെ മുദ്ര പതിപ്പിക്കുകയും അച്ചാരമായിട്ട് തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയുകയും ചെയ്തിരിക്കുന്നു. നാം ഓരോരുത്തരും മാമോദിസ എന്ന കുദാശയിൽ തിരുസഭയില് നാം വീണ്ടും ജനിക്കുമ്പോൾ, ആ അമ്മയുടെ മടിത്തട്ടിൽ ഒരു പുനർജനനം നടത്തുമ്പോൾ, ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും നമ്മെ ജനിപ്പിച്ച ആ ആത്മാവിനെ അച്ചാരമായി നമ്മളിൽ മുദ്ര ചെയ്യപ്പെട്ട, നമ്മളിൽ സീല് ചെയ്യപ്പെട്ട, നമുക്കറിയാം ഒരു ഗവൺമെന്റ് ഓഫീസിൽ ചെല്ലുമ്പോൾ ഔദ്യോഗികമായി ഒരു സീലടിക്കും. ആ സീലില്ലെങ്കിൽ കാര്യമില്ല എന്ന് പറയുന്ന പോലെ മാമോദിസയിലൂടെ നമുക്ക് നൽകപ്പെട്ട ഒരു സീലാണ്, ഒരു മുദ്രയാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് ചാരം മൂടപ്പെട്ടു പോയിട്ടുണ്ടോ? ആ പരിശുദ്ധാത്മാവ് സജീവമാകാൻ കഴിയാത്ത വിധം ഞെരുക്കപ്പെട്ടു പോയിട്ടുണ്ടോ? നമുക്കറിയാം നമ്മുടെ വീട് ഇപ്പൊക്കെ ഗ്യാസാണ്, അതുകൊണ്ട് ചാരത്തെ കുറിച്ച് പറഞ്ഞാൽ മാത്രം അറിയാമെന്നറിയില്ല. വിറകൊക്കെ കത്തിച്ച വലിയ മുട്ടിയൊക്കെ ഇട്ട്, ഞാൻ വീട്ടില് ഷീറ്റ് ഉണക്കുമ്പോൾ വലിയ മുട്ടി കൊണ്ടുപോയി ആ ഷീറ്റിന്റെ പുകയുടെ അടിയിൽ കത്തിച്ചിട്ടു. അപ്പൊ 2-3 ദിവസത്തേക്ക് 4-5 ദിവസത്തേക്ക് പിന്നെ കുഴപ്പമില്ല, അതിങ്ങനെ പുകഞ്ഞോണ്ടിരുന്നോളും. ഇടയ്ക്ക് പുക പറയുമ്പോൾ 2-3 ചകിരിയൊക്കെ എടുത്തിട്ടാ മതി. ആ ചാരം വലിയ കനൽക്കട്ട, പ്രിയപ്പെട്ടവർ, നമുക്ക് കഴിയാൻ വയ്യാത്ത വിധം വലിയൊരു കനൽക്കട്ട മാമോദിസയിലൂടെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചു. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിൽ അതൊക്കെ എന്ത് ചെയ്തു? ചാരം മൂടി. അതെ, കുറച്ച് കരിയിലയും പച്ചയിലയും വെള്ളമൊക്കെ ഒഴിച്ച്, എവിടെയോ ഇച്ചിരി തീയുണ്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ. ആ മാമോദിസയുടെ ലഭിച്ച ആത്മാവിനെ നമ്മൾ ഈ ഒരു 10 ആഴ്ച കടന്നു പോകുമ്പോൾ, എനിക്കറിയാം ആദ്യത്തെ ആഴ്ചയിൽ ഇരുന്നത് പോലെയല്ല ഇപ്പോൾ ഈ ഓൺലൈനിൽ ഇരിക്കുന്നത്. അതെയോ? നിങ്ങളൊക്കെ ആദ്യത്തെ ആഴ്ചയിൽ വന്ന നമ്മുടെ ഷൂബിന്റെ ഈ ഒരു ഓൺലൈൻ പ്രോഗ്രാമിൽ കൂടിയപ്പോൾ ഉണ്ടായിരുന്ന ചിന്തയിലും ദാഹത്തിലും പ്രാർത്ഥനയിലും മനോഭാവത്തിലുമാണോ ഇപ്പൊ ഇരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ആണോ? ഒന്നും മിണ്ടൂ. അല്ല 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 അല്ല, കുറെ കൂടി നമുക്കൊരു ആഗ്രഹവും താല്പര്യവും എല്ലാ ആഴ്ചയും ഓടി എത്താനുള്ള ഒരു തീവ്രമായ അഭിലാഷം നമ്മുടെ ഉള്ളിൽ വന്നു. നമ്മുടെ ക്രിസ്തുവിനോടുള്ള വലിയൊരു സ്നേഹം നമ്മുടെ ഉള്ളിൽ വന്നു. ദൈവം എന്നെ സ്നേഹിക്കുന്നതെന്ന വലിയ അപബോധത്തിലേക്ക് വരാനായിട്ട് ഇടയാകും. മോളി ചേച്ചി പറഞ്ഞ പോലെ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല, എങ്ങനെ പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല, എന്നാലും ഞാനിത് പറയുകയാണ്. അപ്പൊ ആ ഒരു വലിയ തുറവി ആത്മാവ് ഈ ഒരു കഴിഞ്ഞുപോയ ആഴ്ചകളിലൂടെ എല്ലാം നമ്മൾ കടന്നു വന്നപ്പോൾ ഈ ആത്മാവ് പതുക്കെ പതുക്കെ ജ്വലിക്കുകയാണ്. 10 ആഴ്ച കഴിഞ്ഞ് പിന്നെ അടുത്ത ആഴ്ച മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ഒരുമിച്ച് കൂട്ടാൻ ആരുമില്ല. ഈ ആത്മാവ് നമ്മളിൽ സജീവമാക്കപ്പെടുവോ? നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുവോ? അത് നമ്മൾ വളരെ പ്രധാനമായി നോക്കണം. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം 8:14 നാം വായിക്കുന്നത്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഭയത്തിലേക്ക് നയിക്കുന്ന, വീണ്ടും സാത്താന്റെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന, സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരാത്മാവല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവാണ്. അപ്പന്റെ മകൻ എന്ന നിലയിൽ, മകൾ എന്ന നിലയിൽ സർവ്വ സ്വാതന്ത്ര്യത്തോടും പിതാവിന്റെ മുഖത്ത് നോക്കാൻ, അവനെ കെട്ടിപ്പിടിക്കാൻ, അവന്റെ തോളിൽ കയറിയിരിക്കാൻ. നമുക്കറിയാം, നമ്മുടെ സ്വന്തം അപ്പന്റെ തോളിൽ കയറിയിരിക്കാൻ, കെട്ടിപ്പിടിക്കാൻ, ഉമ്മ കൊടുക്കാൻ. എൻ്റെ കൊച്ചൊക്കെ വീട്ടിൽ ചെന്നാൽ ഓടി കഴുത്തേ വന്ന് കയറും, മേത്ത് കയറിയിരിക്കും, കെട്ടിപ്പിടിക്കും, ഉമ്മ തരും, പതുക്കെ തലയിലൊക്കെ പിടിച്ചു നോക്കും. അതേപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മോട് ചെയ്യുന്നത് പോലെ അല്ലെ, ചെറിയ കുഞ്ഞ ഓടി വന്ന് പടി കയറിയിരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, അല്ലെ. അതുപോലെയുള്ള വലിയൊരു സ്വാതന്ത്ര്യം പിതാവിന്റെ അടുത്ത് നമുക്ക് നൽകുന്ന ആത്മാവ്. അതുകൊണ്ടാണ് ആത്മാവിനെ ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ആ ആത്മാവ് നമ്മളിൽ സജീവമാക്കപ്പെടാനായിട്ട് നാം ആഗ്രഹിക്കണം. 2 തിമോത്തിയോസ് 1:7 നമുക്ക് കാണുന്നത്, എന്നാൽ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്,
ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവാണ്. ഒന്നിനെയും ഭയപ്പെടുന്ന, എല്ലാറ്റിൽ നിന്നും ഒളിച്ചു പോകുന്നതല്ല, മറിച്ച് എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള ശക്തി നൽകുന്ന, എല്ലാറ്റിനെയും എല്ലാവരെയും സ്നേഹിക്കാനുള്ള കരുത്ത് നൽകുന്ന, എല്ലാറ്റിനെയും അതിജീവിക്കാൻ ആത്മനിയന്ത്രണം നൽകുന്ന, എല്ലാറ്റിനെയും ആത്മനിയന്ത്രണത്തോടെ എല്ലായിടത്തും നിൽക്കാൻ കഴിയുന്ന ആ ആത്മാവ് നമ്മളിൽ സജീവമാക്കപ്പെടുമ്പോഴാണ് എല്ലാത്തിനെയും അതിജീവിക്കാൻ നമുക്ക് കഴിയുക, എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക്. ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കണം. ഈ ആത്മബന്ധത്തിലാണ് നാം വളരുന്നത് എന്നുള്ളത്. അങ്ങനെ റോമർ 8:9 നാം കഴിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡീകരല്ല ആത്മീയരാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിൽ നിന്നുള്ള. നമ്മൾ ജഡീക മനുഷ്യരാണോ എന്ന് നോക്കണം. ജഡീക മനുഷ്യൻ എന്ന് പറയുമ്പോൾ കിരാത മനുഷ്യനാണ്, കാട്ടാള മനുഷ്യനാണ്. നമുക്ക് ഇഷ്ടമുള്ളതും നമുക്ക് താല്പര്യമുള്ളതും ആഗ്രഹമുള്ളതും ഒക്കെ ചെയ്യുന്നതാണ് കിരാതൻ. ആ സ്വഭാവത്തിൽ നിന്ന് ആത്മീയ മനുഷ്യനിലേക്ക് നാം യാത്ര ചെയ്യണം. ജഡീക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മാന്യമായ ഒരു മനുഷ്യനാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെല്ലാം വലിയ മാന്യരാണ്. അയ്യോ, എത്രയോ നിഷ്കളങ്കരാണ്, സത്യസന്ധരാണ് ബാക്കിയുള്ളവരുടെ മുമ്പിൽ. പക്ഷെ ആ മാന്യതയിൽ നിന്ന് എല്ലായിടത്തും ഒരേ മുഖത്തിന്റെ ഭാവത്തിലേക്ക് നാം യാത്ര ചെയ്യുന്നതാണ് ആത്മീയത എന്ന്. അപ്പൊ ഈ ജഡീക മനുഷ്യൻ എന്ന ആത്മീയ മനുഷ്യനിലേക്ക് നമ്മെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്നുള്ളതാണ്. വീണ്ടും 1 തെസ്സലോനിക്കർ 5:19 വായിക്കുന്നുണ്ട്, ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കുന്നത്. എഫെസസ് 4:30 നമ്മൾ കാണും, രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രരാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നത്. ആത്മാവ് സജീവമാക്കപ്പെടുന്നതിന്, ആത്മാവ് നമ്മിൽ പ്രവർത്തനക്ഷമമാക്കപ്പെടുന്നത് നമ്മൾ ആഗ്രഹിക്കുക. അതാണ് റോമർ 5:5 മോളിച്ചേച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയ അതേ ദൈവവചനമാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവ് നമ്മിൽ സജീവമാക്കാൻ, ഞാൻ പറഞ്ഞാൽ നമ്മെ നിരന്തരം നയിക്കുന്ന നിത്യസഹായകൻ ആത്മാവ് നമ്മിൽ നിരന്തരം സജീവമാക്കപ്പെടണമെങ്കിൽ ഉണ്ടാവേണ്ട ഒന്നാമത്തെ കാര്യമാണ് പശ്ചാത്താപം. നിരന്തരമായ അനുതാപത്തിന്റെ ഹൃദയം വേണമെന്ന് പത്രോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഓരോ ദിവസവും നമ്മുടെ വീഴ്ചകളെയും ബലഹീനതകളെയും തെറ്റിനെയും വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും വരുന്ന എല്ലാറ്റിനെയും നിരന്തര ആത്മപരിശോധനയോടെ ദൈവമേ തെറ്റുപറ്റിപ്പോയി എന്ന്, ഞാൻ വീണുപോയി എന്ന്, പാപം ചെയ്തു എന്ന്, ഞാൻ മോശമായത് ചിന്തിച്ചു എന്ന്, അനാവശ്യമായത് സംസാരിച്ചു എന്നുള്ള നിരന്തരമായ അനുതാപത്തിന്റെ ഹൃദയത്തിൽ നാം എത്രമാത്രം വളരുന്നുവോ അതനുസരിച്ച് ആത്മാവ് അനുതാപമുള്ളിടത്ത് വളർന്നു വലുതാകുന്ന ആത്മാവാണ്. ആ അനുതാപത്തിന്റെ ഹൃദയം നമ്മളിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അനുതാപത്തിന്റെ ഹൃദയം നമ്മളിൽ സജീവമാക്കപ്പെടാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിരന്തരമായി നാം ചോദിക്കണം. ലൂക്കായുടെ സുവിശേഷം 11:3 പറയുന്നുണ്ട്, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. എന്താ വേണ്ടതെന്ന് നിരന്തരമായി ചോദിക്കണം. സഹായം അതാണ്. ഒരു പേന മേടിക്കണം. ഞാനൊക്കെ ഷർട്ട് മേടിക്കുമ്പോൾ, ചെരുപ്പ് മേടിക്കുമ്പോൾ, എൻ്റെ കാലം കിടക്കുന്ന ചെരുപ്പ് ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞു. ഞാൻ പറയും, പരിശുദ്ധാത്മാവ് ഒരു ചെരുപ്പ് മേടിക്കാൻ പോവാണ്, സഹായിക്കണം. ഏത് ചെരുപ്പ് മേടിക്കണം, ഏത് ഡ്രസ്സ് മേടിക്കണം, ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയും, ഏത് ഭക്ഷണത്തിന് ഏത് കറി എന്തിടണം, എന്ത് മസാല ഇടണം, എത്ര ഉപ്പിടണം, എല്ലാം ചോദിക്കുന്ന ദൈവാത്മാവിനോടുള്ള വ്യക്തിപരമായ ഒരു ബന്ധത്തിന്റെ ആഴമായ ഒരു അവബോധമാണ് നമ്മെ ആത്മാവിൽ സജീവമാക്കപ്പെടുക. ഇവിടെ നമ്മൾ എല്ലാ കാര്യവും ചോദിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മുടെ സമയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ മുടി ചെയ്യുമ്പോൾ, കുളിക്കുമ്പോൾ, പല്ല് തേക്കുമ്പോൾ, ഒരാളോട് സംസാരിക്കുമ്പോൾ, ഒരു സാധനം മേടിക്കുമ്പോൾ, എടുത്തു വെക്കുമ്പോൾ എല്ലാം നമ്മൾ ദൈവാത്മാവിനോട് ചോദിക്കും എന്താ ചെയ്യേണ്ടതെന്ന്. നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത് നമ്മുടെ കൈയൊക്കെ വിട്ട് എല്ലാം പോയി ഇനി ഒരു രക്ഷയില്ലാതെ വരുമ്പോൾ എന്നെ രക്ഷിക്കണേ എന്ന് പറയുകയാണ്. മറിച്ച് നിരന്തരമായ നമുക്കറിയാം, ഒരു ചെറിയ കുഞ്ഞ് അമ്മയോട് വന്ന എല്ലാ കാര്യവും പറയും അല്ലെ. അപ്പനേക്കാൾ അപ്പുറം അമ്മയോട് വന്ന എല്ലാ കാര്യവും തുറന്ന് പറയുന്നു. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ മക്കളെല്ലാം അമ്മയോട് എല്ലാ കാര്യം പറയാം. സ്കൂളിൽ നിന്ന് വന്നിട്ട് പിന്നെ 1 മണിക്കൂർ ഇരുന്ന് സംസാരമാണ്. ടീച്ചർ അങ്ങനെ പറഞ്ഞു, കൂട്ടുകാർ ഇങ്ങനെ പറഞ്ഞു, അവിടെ പോയി ഇവിടെ പോയി, അത് ചെയ്തു ഇത് ചെയ്തു, അങ്ങനെ പഠിപ്പിച്ചു ഇങ്ങനെ പഠിപ്പിച്ചു, വന്നപ്പോ ഇങ്ങനെ ഇന്നയാളെ കണ്ടു, ഇങ്ങനെ പട്ടി ഓടിച്ചു എന്നൊക്കെ എല്ലാം വിശദമായി പറയും. അപ്പനോട് അമ്മയോട്, ചില അമ്മയോട് പറയും, ചില അപ്പനോട് പറയും. ഇതുപോലെ വലിയൊരു ബന്ധം നമുക്ക് പരിശുദ്ധാത്മാവിനോട് ഉണ്ടാവണമെന്ന് അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തി. നിരന്തരമായി ചോദിക്കണം, വിശ്വസിച്ച് വിളിച്ചപേക്ഷിക്കണം. നമ്മൾ ചോദിക്കുന്നതും പറയുന്നതുമായ എല്ലാ കാര്യവും ദൈവാത്മാവ് നമുക്ക് നൽകുമെന്നുള്ള ബോധ്യത്തോടെ. യഹൂദനോ ഗ്രീക്കുകാരനോ തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തന്റെ സമ്പത്ത് ഭക്ഷിക്കുന്നു. നമുക്ക് ലഭിക്കും, ആത്മാവിനെ നമുക്ക് നൽകുമെന്ന്
ആത്മാവിന്റെ ദാനമായ ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന, ഓർമ്മശക്തി, ദൈവഭയം, ഭക്തി, ഇതൊക്കെ നമ്മളിൽ സജീവമാക്കപ്പെടുമെന്ന് നമുക്ക് വിശ്വാസം വേണം. അല്ലെങ്കിൽ നമ്മൾ വെറുതെ പറഞ്ഞതേ ഉള്ളൂ, കിട്ടാൻ പോകുന്ന കാര്യമൊന്നും അല്ല, വെറുതെ ചോദിച്ചതേ ഉള്ളൂ, ഇതാണോ നമ്മുടെ മനോഭാവം? നമ്മൾ ചോദിക്കുന്നത് പറയുന്നത് ലഭിക്കുമെന്നുള്ളതാണ്. നാലാമത്തത് കൈവെപ്പ് വഴി. 1 തിമോത്തിയോസ് 4:4 പ്രവചന പ്രകാരവും സഭാശ്രേഷ്ഠന്മാരുടെ കൈവെപ്പ് വഴി നിനക്ക് ലഭിച്ച നൽകപ്പെട്ട കൃപാവരത്തെ നീ അവഗണിക്കരുത്. എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരത്തെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നോട് അനുസ്മരിക്കുകയാണ്. 2 തിമോത്തിയോസ് 1:6. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയും മക്കളോടും ഒക്കെ ഇടയ്ക്കൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറയും. ഞാനിപ്പോ പ്രോഗ്രാമിന്റെ കണ്ട് ഇടവയിലാണല്ലോ, എന്റെ ഭാര്യയും പിള്ളേരൊക്കെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് എന്നെ പറഞ്ഞു അയച്ചു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കയ്യൊപ്പിലൂടെയുള്ള ദൈവീക കൃപാവരമാണ്. നമുക്ക് വിവാഹം എന്ന കുദാശയിലൂടെ ദൈവം നൽകിയ കൃപാവരത്തിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. എന്റെ വികാരിച്ചനോട് പറഞ്ഞു, അച്ഛാ പോകുവാണെന്ന് പ്രാർത്ഥിക്കണം കേട്ടാ. അപ്പം വികാരിച്ചനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ പരസ്പരം ജീവിത പങ്കാളികൾ, ഭർത്താവും ഭാര്യയും പരസ്പരം പ്രാർത്ഥിക്കുന്ന, അപ്പനും അമ്മയും മക്കളും പരസ്പരം പ്രാർത്ഥിക്കുന്ന ആ കൈവെപ്പിലൂടെ ലഭിച്ച ദൈവീക വരത്തെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് അവിടുന്ന് നമ്മെ നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്ന ആത്മാവ്. പ്രിയപ്പെട്ടവരെ, സാധിക്കുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓണാക്കുക. നമ്മൾ അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ആത്മാവ് നമ്മളിൽ സജീവമാക്കപ്പെടാനായിട്ട് തീവ്രവും തീഷ്ണവുമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അതുകൊണ്ട് സാധിക്കുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓണാക്കിയാൽ നമ്മുടെ മുഖങ്ങൾ പരസ്പരം കണ്ടുകൊണ്ട് തന്നെ ഈ ആത്മാവിന്, ഞാൻ പറയുന്നത് ഈ ദിവസത്തേക്ക് വേണ്ടിയല്ല, ആത്മാവിനോടുള്ള അബാധമായ ബന്ധത്തിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ആത്മാവ് നിരന്തരം നയിക്കുന്ന, നിരന്തരം കൊണ്ടുപോകുന്ന അത്ഭുതകരമായ വഴികൾ വിശാലമായി ഞാൻ കാണുന്നുണ്ട്. ഓരോ പ്രഭാതത്തിലും ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ സ്നേഹത്തെ ഈ ആത്മാവ് സംസാരിക്കുമ്പോൾ, ആത്മാവ് ഇടപെടുമ്പോൾ നമ്മുടെ ജീവിതം ആനന്ദദായകമായി മാറും. നമ്മളെ തുണി അലക്കുമ്പോഴാവട്ടെ, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴാവട്ടെ, എന്തു ചെയ്യുമ്പോൾ ഈ ആത്മാവിനെ കൂട്ടുപിടിക്കൂ, ആത്മാവിന്റെ ബന്ധത്തിൽ ജീവിക്കൂ. ഒരാളോട് സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ ഒക്കെ ഈ ആത്മാവ് നമ്മളിൽ സജീവമാകട്ടെ. ഈ ആത്മാവാണ് നമ്മെ സ്നേഹിക്കാനായിട്ട് പഠിക്കുന്നത്. ഈ ആത്മാവാണ് എല്ലാ മനുഷ്യരെയും, പ്രിയപ്പെട്ടവർ, ഇന്ന് ലോകം മുഴുവൻ വിഭജനത്തിന്റെയും എല്ലാത്തിന്റെയും വർഗീയവൽക്കരിക്കുന്നതിന്റെയും എല്ലാത്തിനെയും അകറ്റുന്നതിന്റെയും ഇടയിൽ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന, എല്ലാ ജനത്തെയും ഒന്നുപോലെ കാണാൻ സഹായിക്കുന്ന, എല്ലാവരെയും ഹൃദയത്തിൽ ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ ആത്മാവാണ് മനുഷ്യരുടെ ഹൃദയത്തിൽ എല്ലാ രാജ്യത്തിനും, ഭാഷകൾക്കും, വർഗത്തിനും, വർണ്ണത്തിനും, വിവാഹിതകൾക്കും അപ്പുറം സ്നേഹത്തിൽ മനുഷ്യ ഹൃദയത്തെ ഒരുമിപ്പിക്കുന്ന ആത്മാവ്. നേരത്തെ മോളിച്ചേച്ചി പറഞ്ഞ പോലെ എൻ്റെ ഭാര്യയെ, എൻ്റെ മക്കളെ, എൻ്റെ അപ്പനെ, അമ്മയെ, എൻ്റെ അയൽപക്കത്തുള്ളവരെ, എന്നെ വേദനിപ്പിക്കുന്നവരെ, എന്നെ നൊമ്പരപ്പെടുത്തുന്നവരെ, എനിക്ക് ഇഷ്ടമില്ലാതെ പ്രവർത്തിക്കുന്നവരെ എല്ലാം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഈ സത്യത്തിന്റെ ആത്മാവ് നമ്മളിൽ സജീവമാക്കപ്പെടാൻ, പ്രിയപ്പെട്ടവരെ, നമ്മളെ കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ച് നമ്മൾ ഇപ്പോൾ ഓൺലൈനിലാണെങ്കിൽ പോലും, നമ്മളായിരിക്കുന്ന വീടുകളിലാണെങ്കിലും, നമ്മളായിരിക്കുന്ന ജോലിയിടങ്ങളിലാണെങ്കിലും ഈ ആത്മാവ് സജീവമാക്കപ്പെടാൻ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മൈക്കൊക്കെ നിങ്ങൾക്ക് ഓണാക്കാം. നിങ്ങളുടെ മൈക്കൊക്കെ ഓണാക്കി അല്പസമയം നമ്മൾ ഭാഷാവരത്തിൽ സ്തുതിച്ച് ആത്മാവ് നമ്മളെ നയിക്കുന്നത് പോലെ നമ്മൾ അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ ആഗ്രഹം ഇതാണ്, എല്ലാവരും മൈക്കൊക്കെ ചിലപ്പോൾ നമ്മൾ ഓൺലൈനിൽ കേൾക്കുമ്പോൾ ചിലപ്പോൾ അനവസരമുണ്ടെങ്കിലും ആത്മാവ് സജീവമാക്കപ്പെടാൻ നമ്മുടെ കരങ്ങൾ യാചനാരൂപത്തിൽ പിടിക്കുന്നു. ദൈവമേ, ഞാൻ ബലഹീനനായ മനുഷ്യനാണ്, ഞാൻ നിസ്സഹായനാണ്, നീ എൻ്റെ കൈ പിടിക്കണമേ, നീ എൻ്റെ ആത്മാവിനാൽ നയിക്കണമേ. ആത്മാവിനാൽ എൻ്റെ ഉള്ളിൽ നെടുവേർപ്പെടുന്ന, സത്യത്തിനും നീതിക്കും വേണ്ടി ആഗ്രഹിക്കുന്ന ആത്മാവിന് വേണ്ടി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതരം തുറന്ന് അതരം തുറന്ന് നിങ്ങളുടെ ഭാഷയിൽ, നിങ്ങളുടേതായ ലാംഗ്വേജിൽ, നിങ്ങളുടേതായ ആത്മാവ് എന്ന സജീവമായ ഞങ്ങളുടെ ഹൃദയങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ അടുത്തുള്ളവരെന്ന് കേൾക്കുന്നത് വിചാരിക്കാതെ
പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ആത്മാവേ, ഞങ്ങളിലെ ക്രിസ്തു ജനിക്കാൻ ആത്മാവെ ഇടയാക്കണമേ. പിതാവിൽ നീതിപൂർവ്വം വളർത്തിയ ആത്മാവേ, ഈശോയെ വളർത്തി വലുതാക്കാനുള്ള കൃപ നൽകിയ ആത്മാവേ, ഉള്ളിലേക്ക് ആത്മാവെ അവിടുന്ന് നിറയണമേ. പരിശുദ്ധ അമ്മയിലെ പിതാവിന്റെ അബ്രാഹത്തിന് പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിറയണമേ, രാജാക്കന്മാരല്ല, അപ്പസ്തോലന്മാരല്ല, അറിവില്ലാത്ത അവരെ അറിവ് നൽകി സത്യപ്പെടുത്തിയ ആത്മാവേ, ഗ്രഹിക്കാൻ കഴിയാത്ത ജനതയ്ക്ക് മനസ്സിലാക്കി മാറ്റിയ ആത്മാവേ, നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ആത്മാവേ നിറയണമേ, ആത്മാവേ നിറയണമേ, ആത്മാവേ നിറയണമേ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ മാറോട് ചേർത്ത് വെച്ച് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കരങ്ങൾ മാറോട് ചേർത്ത് വെക്കാം. പരിശുദ്ധ ആത്മയിൽ ഈശോ മിശിഹ ജനിക്കാൻ സഹായിച്ച ആത്മാവേ, യൗസേ പിതാവിൽ നീതിബോധം വളർത്തിയ ഈശോ മിശിഹായെ വളർത്തി വലുതാക്കാൻ, ഈജിപ്തിലേക്ക് പലായനം ചെയ്യപ്പെടാൻ, തിരിച്ചു നസ്രത്തിലേക്ക് വരുവാൻ, ആ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ കൂടെ നിൽക്കാൻ തിരുക്കുടുംബത്തെ സഹായിച്ച ആത്മാവേ, ഭയവിഹ്വലരായിരുന്ന, ഒന്നും അറിവിലായിരുന്ന അപ്പസ്തോലന്മാരെ എല്ലാ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്രയാവാൻ, സ്നേഹിക്കുന്ന ദൈവത്തെ പരിചയപ്പെടുത്താൻ, ധീരതയുള്ള രക്തസാക്ഷികളായി മാറാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമ്പൂർണമായി സമർപ്പിക്കാൻ അവരെ സഹായിച്ച പരിശുദ്ധാത്മാവേ, ഈ സമയം ഞങ്ങളെ ഒരിക്കൽ കൂടി ഞങ്ങൾ വരമേൽപ്പിക്കുമ്പോൾ തിരുക്കുടുംബത്തിൽ നിറഞ്ഞ അതേ ആത്മാവ് ഞങ്ങളിൽ നിറയുന്നതിന്, ക്രിസ്തുവിന് വേണ്ടി ധീരതയോടെ ധീര രക്തസാക്ഷി വഹിച്ച അപ്പസ്തോലന്മാരിൽ, ശിഷ്യരിൽ, വിശുദ്ധരിൽ നിറഞ്ഞു നിന്ന അതേ ആത്മാവ് ഞങ്ങളിലും ധീരതയോടെ ക്രിസ്തുവിന് വേണ്ടി ധീര രക്തസാക്ഷികളാകാനുള്ള കരുത്ത് നൽകുന്നതിന്, ദൈവത്തെ ആബാ പിതാവേ എന്ന് എപ്പോഴും വിളിച്ച് ബന്ധത്തിൽ ജീവിക്കുന്നതിന്, ഞങ്ങളുടെ രക്ഷകനായ ക്രിസ്തുവിന്റെ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുന്നതിന്, ആത്മാവ് നയിക്കുന്ന ഇടങ്ങളിലേക്ക് യാത്രയാക്കപ്പെടുന്നതിന്, സഭയെ നയിക്കുന്ന ആത്മാവിനോട് വിധേയപ്പെട്ട് ജീവിക്കുന്നതിന് ഞങ്ങളെ ഓരോരുത്തരും ഇടയാക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരിലും ആത്മാവ് അഗ്നിനാളമായി കത്തിപ്പടരട്ടമേ, തീജ്വാലയായി കത്തിപ്പടരണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ വികാരങ്ങളില്, വിചാരങ്ങളില്ല എല്ലാം ആത്മാവെ നീ തീഷ്ണതയോടെ ജ്വലിച്ചുകൊണ്ട് സമരിയായാലും യൂദയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെ ആത്മാവ് നിങ്ങളിൽ സജീവമാക്കപ്പെടുമ്പോൾ എനിക്ക് സാക്ഷികളാകുമെന്നുള്ള ക്രിസ്തുവിന്റെ ഓർമ്മപ്പെടുത്തലിൽ ആത്മാവിനാൽ ജ്വലിച്ചുകൊണ്ട് ധീരതയോടെ സാക്ഷ്യം വഹിക്കാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലാസ് ശിപ്പുചേട്ടൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യുത്തരം വളരെ ആവശ്യമാണെന്നും ആ ദാഹം വളരെ ഇമ്പോർട്ടന്റ് ആണെന്നും ചേട്ടൻ നമുക്ക് ഈ ക്ലാസ്സിലൂടെ നമുക്ക് പങ്കുവച്ചു. സോ നമുക്ക് ഈശോ സഹായകനായിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഇരു കരങ്ങളും നീട്ടി നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. അപ്രകാരം നമുക്ക് ദാഹിച്ച് നമ്മുടെ ജീവിതത്തെ ഒരുക്കുകയും നമുക്ക് ക്രമപ്പെടുത്തുകയും ചെയ്യാം. താങ്ക് യു ശിവചേട്ട. അടുത്തതായി നമുക്കൊരു പാട്ടാണ്, സ്മിത സോണിയാണ് അത് ആലപിക്കുന്നത്. തന്നാലും ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥാ നിൻ ജീവനേ, നിത്യ സഹായകനേ, അകതാരിലുണർന്നി അണിനീരു തോകിനി അവിരാ
വരദാനവാ ഫലമേകുവാൻ വരൂ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ. തന്നാലും നാഥ നിൻ ജീവനെ നിത്യസഹായകനേ. പാപ പുണ്യ വേദിച്ചേതു ഞാൻ ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമയോ തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ. തന്നാലും നാഥ നിൻ ജീവനെ നിത്യസഹായകനേ. നിത്യസഹായകനേ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സ്മിത. അടുത്തതായി പരിശുദ്ധാത്മാവും കുടുംബവും എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത് ബഹുമാനപ്പെട്ട ജോഷി മയ്യത്തിൽ അച്ഛനാണ്. അച്ഛനെ ക്ലാസ് എടുക്കുന്നത് ആയി പ്രത്യേകം ക്ഷണിക്കുന്നു. ഓക്കെ. എനിക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ ആണോ? ഓക്കെ അച്ഛാ, കേൾക്കാം, കാണുകയും ചെയ്യാം. ഇതുവരെ നമ്മള് പരിശുദ്ധാത്മാവ് കുടുംബത്തിൽ എന്ന ആ ഒരു കാര്യത്തിലേക്ക്, ആ ഒരു ചിന്തയിലേക്ക് കിടക്കുക. നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒത്തിരി അറിയാവുന്നവരാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നറിയാവുന്നവർ. പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നമ്മുടെ ശരീരം അറിയാവുന്നവരാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബം പരിശുദ്ധാത്മാവിന്റെ ആലയം എന്നൊരു ചിന്തയിലേക്ക് ആദ്യമേ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുക. പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് കുടുംബം. നമുക്കറിയാം, കർത്താവ് കൃത്യമായിട്ട് പൗലോസ് ശ്രീയായിലൂടെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് നമ്മൾ തിരുവചനത്തിൽ കേൾക്കുന്നു, വായിക്കുന്നു. പക്ഷെ അതിനെ അല്പം കൂടി വിപുലമാക്കിയാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ആലയങ്ങൾ ഒന്നിച്ചു വസിക്കുന്ന കുടുംബം പരിശുദ്ധാത്മാവിന്റെ ആലയം, അമ്മ പരിശുദ്ധാത്മാവിന്റെ ആലയം, മക്കൾ പരിശുദ്ധാത്മാവിന്റെ ആലയം. അങ്ങനെയെങ്കിൽ ആ കുടുംബത്തെ നമുക്ക് ഒന്നിച്ചു വിളിക്കാം പരിശുദ്ധാത്മാവിന്റെ. ദൈവത്തിന് നമുക്ക് നന്ദി. ദൈവത്തിന്റെ ആത്മാവിൽ ഞങ്ങൾ വസിക്കുന്നു, ഞങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. നമ്മള് ആ രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നമ്മുടെ കുടുംബം എന്ന് നമ്മൾ കണ്ടാൽ, പ്രത്യേകിച്ച് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒരു വാക്യത്തിൽ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 39-ാം വാക്യത്തിൽ, അത് വലിയൊരു വാക്യമാണ്, പക്ഷെ അതിലെ ആ ഫസ്റ്റ് 2 ഫ്രേസസ് വളരെ ശ്രദ്ധേയമാണ്. ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് പറയാണ് 2-ാം അധ്യായം 39-ാം വാക്യം. ഈ വാഗ്ദാനം, ഏത് വാഗ്ദാനം?
നിങ്ങൾ പശ്ചാത്തപിക്കുകയും പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അതാണ് ആ വാഗ്ദാനം. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും ഉള്ളതാണ്. അപ്പോ പരിശുദ്ധാത്മാവാകുന്ന ദാനം ലഭിക്കും എന്ന വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും ഉള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പരിശുദ്ധാത്മാവിനെ ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എനിക്കും സന്തതികൾക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചിന്ത നമ്മുടെ കുടുംബത്തിൽ ഇന്ന് അതിശക്തമായി അപ്പനും അമ്മയും ഒരു നിമിഷം ചിന്തിച്ചു നോക്കിയേ. ദൈവത്തിന്റെ ആത്മാവ് എനിക്കും എൻ്റെ മക്കൾക്കുമുള്ള, എനിക്കും എൻ്റെ മക്കൾ. അങ്ങനെ കുടുംബം പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെ പേഴ്സണലായി ഒപ്പം ഫമീലിയലായി ചിന്തിക്കും. പേഴ്സണലായും ഫമീലിയലായും പരിശുദ്ധാത്മാവ് നോക്കുക. അപ്പോ എനിക്കും എൻ്റെ സന്തതികൾക്കും എന്ന രീതിയിൽ പരിശുദ്ധാത്മാവിനെ കാണുമ്പോൾ, എൻ്റെ കുടുംബത്തിൽ എന്ന് കാണുമ്പോൾ ഒന്ന്, അങ്ങനെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ഉണ്ട് എങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ? പരിശുദ്ധാത്മാവ് ഒരു കുടുംബത്തിൽ വസിക്കുന്നു, എന്നിലും എൻ്റെ മക്കളിലും വസിക്കുന്നു എങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ശരിയാണ്, നമുക്കറിയാം, നമുക്ക് അത്ര സെന്റ് അല്ലേ, പുറത്തിയവനെ സെന്റ് മണക്കും, കള്ളു കുടിച്ചവനെ കള്ളു മണക്കും. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തികളുടെയും പരിശുദ്ധാത്മാവ് നിറഞ്ഞ കുടുംബത്തിന്റെയും ആ ലക്ഷണം എന്തായി? വളരെ വ്യക്തമായും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ആ കുടുംബത്തിൽ വ്യക്തമായും കാണും എന്ന് കൃത്യമായി നമുക്ക് പറയാം. ഗലാത്യ 5:22 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗലാത്യ 5:22 നമ്മൾ കാണുന്നു പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ. നമ്മളവിടെ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. പരിശുദ്ധാത്മാവ് അപ്പനിലും അമ്മയിലും മക്കളിലും കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളിലുണ്ട് എന്ന് പറയുന്ന കുടുംബത്തിൽ, ഇന്ന് സത്യമായും പറയുന്ന കുടുംബത്തിൽ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ ലക്ഷണങ്ങൾ കാണും, ഫലങ്ങൾ കാണും. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ഗലാത്യ 5:22 മൂലഭാഷയനുസരിച്ച്, ഗ്രീക്ക് ഭാഷയനുസരിച്ച് അവിടെ കാർപ്പോസ് എന്ന സിംഗുലർ ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാർപ്പൊയി പ്ലൂരൽ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഫലങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുമ്പോൾ പുറകെ വരുന്ന കാര്യങ്ങൾ പലതുണ്ടല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഫലങ്ങൾ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഗ്രീക്ക് മൂലത്തിൽ പോസ് എന്നേ ഉള്ളൂ ഫലം. പരിശുദ്ധാത്മാവിന്റെ ഫലം, പരിശുദ്ധാത്മാവിന്റെ ഫലം ഒന്നേ ഉള്ളൂ. അതിനെ നമുക്ക് വിളിക്കാം സ്നേഹം. സ്നേഹം എന്ന പരിശുദ്ധാത്മാവിന്റെ ഫലം അതിന്റെ പല രൂപങ്ങളും ഭാവങ്ങളുമാണ് ബാക്കി പറഞ്ഞിരിക്കുന്നത്. സ്നേഹമുള്ളിടത്ത് ആനന്ദമുണ്ട്, സ്നേഹമുള്ളിടത്ത് സമാധാനമുണ്ട്, സ്നേഹമുള്ളിടത്ത് ക്ഷമയുണ്ട്, സ്നേഹമുള്ളിടത്ത് ദയയുണ്ട്, സ്നേഹമുള്ളിടത്ത് നന്മയുണ്ട്, സ്നേഹമുള്ളിടത്ത് വിശ്വസ്തതയുണ്ട്,
സൗമ്യതയുണ്ട്, ആത്മ സംയമനമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ ഫലം ആത്യന്തികമായി സ്നേഹം ആണ്. നമ്മള് നമ്മുടെ കുടുംബത്തിൽ സ്നേഹം എന്തുമാത്രം ഉണ്ട് എന്ന് നോക്കിയാൽ പരിശുദ്ധാത്മാവ് എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. എന്റെ ചിന്തയിൽ മാത്രം സ്നേഹമുണ്ട്, എന്റെ വാക്കുകളിൽ മാത്രം സ്നേഹമുണ്ട്, എന്റെ നിലപാടുകളിൽ എത്രമാത്രം സ്നേഹമുണ്ട്. ഇവിടവരെ വേഗം ശ്രദ്ധിക്കണം. ഇംഗ്ലീഷിൽ സൈമണി എന്നൊരു വാക്കുണ്ടല്ലോ അല്ലെ? അത് എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾക്കറിയാം. സൈമൺ. സൈമൺ എന്താ ചെയ്തേ? അപ്പസ്തോലന്മാര് ആളുകളുടെ പേര് ഇങ്ങനെ കൈവെക്കുമ്പോ പരിശുദ്ധാത്മാവ് നിറയുന്നു. അങ്ങനെ അവിടെ വലിയ അനുഭവവും വലിയ വരങ്ങളും ഒക്കെ അവിടെ ലഭിക്കുന്നു. അപ്പൊ സൈമൺ ചെന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാവോ, ഈ കപ്പാസിറ്റി എനിക്കുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അതെനിക്ക് തരണം. പണം കൊടുത്ത് ഈ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപാവരങ്ങളെ സ്വന്തമാക്കാൻ ശ്രമിച്ചയാളാണ് സൈമൺ. പക്ഷേ അയാളെ നോക്കിക്കൊണ്ട് കൃത്യമായി ക്രിസ്തുവിൻ പറയുന്നു, എന്താ പറയുന്നത്? ആത്മാവിന് ലഭിക്കില്ല, കാരണം നീ കടുത്ത വിദ്വേഷത്തിലും വെറുപ്പിലുമാണെന്ന് ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എന്നുള്ളതിന്റെ ഫലം സ്നേഹമാണ് എന്ന് വെച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ് പരിശുദ്ധാത്മാവില്ല, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് കെട്ടുപോയിരിക്കുന്നു, പരിശുദ്ധാത്മാവ് ദുഃഖിതമായിരിക്കുന്നു, ആത്മാവ് ഉണർവില്ലാതായിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ് വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം. സ്നേഹത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് എന്ന് വച്ചാൽ പരിശുദ്ധാത്മാവിന്റെ ഫലമായ സ്നേഹം കുടുംബാംഗങ്ങളിൽ അതിശക്തമായി ഉണ്ട് എന്ന അനുഭവം കൃത്യമായി ഉണ്ടാകും. ഈ ഒരു ചിന്തയുടെ തുടർച്ചയായി നിങ്ങൾ ചെയ്യേണ്ടത് 1 കൊറിന്തോസ് 13-ാം അധ്യായം ഒന്ന് ശ്രദ്ധാപൂർവം വായിക്കണം. 1 കൊറിന്തോസ് 13-ാം അധ്യായം ശ്രദ്ധാപൂർവം വായിച്ചാൽ കൃത്യമായി നമുക്ക് നമ്മെ ഒന്ന് സ്ക്രീൻ ചെയ്യാൻ പറ്റും. എന്നിൽ സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടെങ്കിൽ ഇന്ന പ്രത്യേകതകൾ ഉണ്ടാകുമല്ലോ. അത് എന്നിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, 1 കൊറിന്തോസ് 13 സാവധാനം ശ്രദ്ധാപൂർവം വായിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കുടുംബത്തിൽ പരിശുദ്ധാത്മാവ്. രണ്ടാമത് ഇന്ന് നമ്മൾ പറഞ്ഞു, കുടുംബത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഒരു അഭിഷേകവും ആവാസവും ഒക്കെ അനുഭവപ്പെടുന്നത് സ്നേഹനിർഭരമായ ജീവിതത്തിലൂടെയാണ്. ആത്മാവിന്റെ ഫലങ്ങൾ പ്രകടമാകുന്ന ജീവിതത്തിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, 2 പരിശുദ്ധാത്മാവിന്റെ കുടുംബത്തിലെ സാന്നിധ്യം പ്രകടമാകുന്നത് പ്രാർത്ഥന ചൈതന്യത്തിലൂടെയാണ്. പ്രാർത്ഥിക്കാൻ ആഗ്രഹം ഉണ്ടാകുന്നത് സ്നേഹമുള്ളിടത്ത് കേട്ടോ, അല്ലാതെ സ്നേഹമില്ലാത്ത പ്രാർത്ഥനയല്ല. ചിലര് പ്രാർത്ഥനക്കാരാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങള്, ബാധ്യതകള് ഇതൊന്നും നിർത്താതെ അങ്ങനെ പോകുന്നവരൊക്കെ. ഇത് ഒരു കാരണവശാലും പ്രാർത്ഥന എന്ന് വിളിക്കാൻ പറ്റില്ല. സ്നേഹത്തോടുകൂടി ഉള്ളതിനെ പ്രാർത്ഥന എന്ന് വിളിക്കാനാവും. അതുകൊണ്ട് രണ്ടാമത് ഞാൻ പറയുന്ന പ്രാർത്ഥന എന്നുള്ളത് ആദ്യം പറഞ്ഞതിന്റെ സാന്നിധ്യത്തിന്റെ ലക്ഷണവും കൂടിയായിട്ട് നമ്മൾ കാണും.
സ്നേഹത്തിന്റെ പ്രാർത്ഥന എന്ന് വിളിച്ചോളൂ. അപ്പോൾ പ്രാർത്ഥിക്കാൻ നോക്കൂ, പൗലോസ് തന്നെ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈ ഒരു അസ്വസ്ഥതയിൽ ദൈവത്തിന്റെ ആത്മാവ്, നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി വാച്യമായ നെടുവീർപ്പുകളാൽ നമുക്ക് വേണ്ടി സിസ്റ്റം പ്രാർത്ഥിക്കും. ഇവിടെ ഒരു പരിശുദ്ധാത്മാവാണ് നമ്മിൽ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് കുടുംബത്തിൽ പ്രാർത്ഥനാ ചൈതന്യമുണ്ട് എങ്കിലർത്ഥം ദൈവത്തിന്റെ ആത്മാവ് സജീവമായി നമ്മുടെ കുടുംബത്തിലുണ്ട് എന്നാണ്. ദൈവത്തിന്റെ ആത്മാവ് നിർജീവമാകുന്നതിന്റെ ലക്ഷണമാണ് പ്രാർത്ഥനാ ചൈതന്യം ഇല്ലാത്ത കുടുംബ അവസ്ഥകൾ. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ആത്മാവേ, ഹൃദയങ്ങളെ ചൂടുപിടിപ്പിക്കുന്ന പ്രാർത്ഥനയുടെ ആത്മാവേ, ദൈവ സാന്നിധ്യ അവബോധത്തിലേക്ക് നയിക്കുന്ന പ്രാർത്ഥനയുടെ ആത്മാവേ, എന്നെയും എന്റെ കുടുംബത്തെയും പ്രാർത്ഥനാ ചൈതന്യത്താൽ നിറയ്ക്കണമേ. പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ പ്രാർത്ഥനാ ചൈതന്യം അനിവാര്യം ആണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മൂന്നാമതൊരു കാര്യം ഞാൻ പരിശുദ്ധാത്മാവ് കുടുംബത്തിൽ എന്ന അർത്ഥത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് പരിശുദ്ധാത്മാവ് കുടുംബത്തിൽ എങ്കിൽ അവിടെ സ്നേഹം മാത്രമല്ല, റെസ്പെക്ട് ഉണ്ടാകും, ആദരം ഉണ്ടാകും. ആദരം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മെ വേണ്ടതുപോലെ വേണ്ട സമയത്ത് ചെയ്യാൻ പഠിപ്പിക്കുന്ന ആത്മാവാണ്. സംസാരിക്കേണ്ടത് എന്ത് എന്ന് പറഞ്ഞു തരുന്ന ആത്മാവാണ്. എങ്ങനെ സംസാരിക്കണമെന്ന് പറഞ്ഞു തരുന്ന ആത്മാവാണ്. ആദരത്തോടു കൂടിയുള്ള സംസാരം. പ്രിയപ്പെട്ടവർ, ഈ ആദരം എന്ന് പറയുന്നത് സഭ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഈ ആദരം കുടുംബത്തിൽ മാതാപിതാക്കളോട്, മക്കളോട്, സഹോദരങ്ങളോട്, ഇതുമാത്രമല്ല മറ്റു മനുഷ്യരോടെന്ന് പറയുമ്പോൾ അത് അയൽക്കാരാകാം, ബന്ധുക്കളാകാം. ആദരം, പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഒരു തലം കൂടിയാണ് മറ്റു മതത്തിൽപ്പെട്ടവരോടുള്ള ആദരം. Respect the people belonging to other religions. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ മാത്രമല്ല പ്രവർത്തിക്കുന്നത് എന്നോർക്കണം. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം എല്ലാ നല്ല കാര്യങ്ങളിലുമുണ്ട്. അതുകൊണ്ട് നല്ല കാര്യങ്ങളിലെല്ലാം, ശരിയായ കാര്യങ്ങളിലെല്ലാം, ദൈവസ്നേഹം അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം ആത്മാവിന്റെ പ്രവർത്തനമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അങ്ങനെ മറ്റുള്ളവരെ, പ്രത്യേകിച്ച് മറ്റു മതത്തിൽപ്പെട്ടവരെയൊക്കെ റെസ്പെക്ട് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇത് കത്തോലിക്ക സ്പിരിച്വാലിറ്റിയുടെ ഒരു ഭാഗമാണ്. കാത്തലിക് സ്പിരിച്വാലിറ്റിയുടെ ഒരു ഭാഗമാണ് മറ്റു മതസ്ഥരോടുള്ള ആദരം. പ്രത്യേകിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ എത്ര സുന്ദരമായാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇന്ന് നമ്മുടെ ഇടയിൽ വല്ലാത്ത ഒരു വർഗീയ ചിന്താഗതികൾ പ്രബലപ്പെട്ടു വരുന്നുണ്ട്. വളരെ ജാഗ്രത പുലർത്തണമേ. ഒരിക്കലും കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന ഒരു ശൈലിയല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കണമേ. ദൈവത്തിന്റെ ആത്മാവ് തരുന്ന പ്രചോദനമല്ല അത് എന്ന് മനസ്സിലാക്കണം. ഇനി ആദരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർ വിശ്വസിക്കുന്നതൊക്കെ നമ്മളും വിശ്വസിക്കുന്നതെന്നാണോ? അല്ല, അങ്ങനെയല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ ആത്മാവ്
നമുക്ക് കൃത്യമായി നമ്മുടെ വിശ്വാസ ബോധ്യങ്ങൾ ഏതൊക്കെയെന്ന് കൃത്യമായി നമുക്ക് സഭയിലൂടെ വെളിവാക്കി തന്നിട്ടുണ്ട്. തിരുവചനങ്ങളിലൂടെ വെളിവാക്കി തന്നിട്ടുണ്ട്. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മറ്റ് വിശ്വാസങ്ങൾ ഉള്ളവരെ ബഹുമാനിക്കാൻ നമുക്ക് സാധിക്കണം. പക്ഷേ ഈ ബഹുമാനവും ആദരവും സത്യത്തിൽ പൂർണ്ണമാകേണ്ടത് സ്നേഹത്തിലൂടെയാണ്. എങ്ങനെയാണ് സ്നേഹത്തിലൂടെ പൂർണ്ണമാകുന്നത്? അത് തീർച്ചയായും ഇനിയുള്ള പ്രഘോഷണ സമയത്ത് വരേണ്ടതാണ്. പക്ഷെ ഞാനിപ്പോ ഇതിനെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. അത് സുവിശേഷം, ആദരപൂർണമായ സുവിശേഷ പ്രഘോഷണം, ആദരപൂർവം ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്നതിലൂടെയാണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ, അത് ഇനിയും അടുത്ത സെഷൻസിലൊക്കെ വരാനുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ ആദരം എന്നുള്ളത് ഈ സ്നേഹവും സുവിശേഷ പ്രഘോഷണവും ഉൾപ്പെടുന്നുണ്ട് എന്ന കാര്യം കൂടി ഞാൻ അവിടെ സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ കുടുംബത്തിലെ സാന്നിധ്യം തീർച്ചയായും അടുത്ത ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. അത് പ്രത്യാശയിൽ പ്രകടമാകുന്നു. ദൈവത്തിന്റെ ആത്മാവ് പ്രത്യാശയുടെ ആത്മാവാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തകർന്നടിഞ്ഞു പോകാൻ അഭിഷേകമുള്ളവർക്ക് സാധിക്കുകയില്ല. നിരാശയിലേക്ക് കൂപ്പുകുത്താൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ അനുവദിക്കുകയില്ല. അത് രോഗമാകട്ടെ, അത് സാമ്പത്തികമായ ബാധ്യതകളാകട്ടെ, അത് തൊഴിൽ നഷ്ടമാകട്ടെ, അത് വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നവ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയിലാകട്ടെ. പ്രിയപ്പെട്ടവരെ, അവിടെ ഒന്നും നിരാശയിലേക്ക് കൂപ്പുകുത്താൻ ദൈവത്തിന്റെ ആത്മാവുള്ള മനുഷ്യർക്ക് കഴിയുകയില്ല. അതിനാൽ ദൈവത്തിന്റെ ആത്മാവ് പ്രത്യാശയുടെ ആത്മാവാണ് എന്ന ശക്തമായ ബോധ്യം മനസ്സിലേക്ക് സ്വീകരിക്കുവിൻ. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തകർച്ചകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ അവിടെ ബലപ്പെടുത്തും. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തും. തടവറയിൽ പോലും ദൈവത്തിന്റെ ആത്മാവിന്റെ അതിശക്തമായ പ്രവർത്തനം അനുഭവിച്ച അപ്പസ്തോലന്മാരുടെ ആ അനുഭവങ്ങളൊക്കെ അപ്പസ്തോലിക പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ആലോചിച്ച് നോക്ക്. ദൈവത്തിന്റെ ആത്മാവ് ഏറ്റവും ക്ലേശകരമായ നിമിഷങ്ങളിലും നമ്മെ ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും. അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ. എത്രയോ തകർച്ചകളിലൂടെ നമ്മൾ കടന്നുപോയി, എത്രയോ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. പക്ഷെ അവിടെയെല്ലാം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കൈവിട്ടിട്ടില്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ കാറ്റിൽ അപ്പൂപ്പൻ താടിയെ പോലെ നമ്മൾ പറക്കുകയായിരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലെ ഇന്നത്തെ അവസ്ഥകൾ എന്തായിരുന്നാലും അത് ദൈവാത്മാവാകുന്ന കാറ്റത്ത് പറക്കുന്ന അപ്പൂപ്പൻ താടികളായി ഇപ്പോൾ സ്വച്ഛമായി സ്വൈരമായി വിഹരിക്കാൻ, വ്യാപരിക്കാൻ നമ്മെ ബലപ്പെടുത്തുന്ന ഓർമ്മകളാണ് നമ്മുടെ പഴയകാല അനുഭവങ്ങൾ. പരിശുദ്ധാത്മാവ് കുടുംബത്തിൽ എന്ന് പറഞ്ഞതില് നാലാമത്തെ കാര്യമായി ഞാൻ നിങ്ങളോട് പറഞ്ഞത് ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ. നോക്കൂ, രോഗം, ഏറ്റവും ഗുരുതരമായ രോഗങ്ങൾ പോലും നിങ്ങൾക്കറിയാമല്ലോ. സിസ്റ്റർ സിസിലിയുടെ പടം ലോകം മുഴുവൻ എത്തിയിട്ടുണ്ട്. മരിച്ചു കിടക്കുന്ന പടമാണ്. ക്യാൻസർ രോഗത്താൽ വലഞ്ഞ സിസ്റ്റർ, അങ്ങേറ്റം മെലിഞ്ഞുപോയ സിസ്റ്റർ. പക്ഷേ ആ മുഖം, മരണനേരത്തുള്ള മുഖവും പ്രസന്ന. ആത്മാവിന്റെ വിളയാട്ടം രോഗ അവസ്ഥകളിലും എന്തിനാൽ മരണ അവസ്ഥയിലും നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും അങ്ങേയറ്റം പ്രസന്നതയോടെ രോഗാവസ്ഥകളെ തരണം ചെയ്യാനും ഈ ലോകത്തെ കടന്നുപോകാനും ഒക്കെ ബലപ്പെടുത്തട്ടെ.
പ്രിയപ്പെട്ടവരെ. അത് വളരെ സുന്ദരമാണ്. ആ പിക്ചർ ഇപ്പോ സെയിൽഹുഡിലേക്ക് സിസ്റ്റർ നടക്കുകയാണ്. പ്രോസസ്സ് ആരംഭിച്ചു കഴിഞ്ഞാണ് ഞാൻ കേട്ടത്. സിസ്റ്റർ സെസിലി കണ്ടില്ല എങ്കിൽ നിങ്ങൾ സാവധാനത്തിൽ ആ പടമൊക്കെ ഒന്ന് നോക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അഭിഷേകം ചെയ്യട്ടെ. ആത്മാവിന്റെ സ്നേഹവും ആത്മാവിന്റെ ഫലങ്ങളും ആത്മാവിന്റെ പ്രാർത്ഥനാ ചൈതന്യം, ആത്മാവിന്റെ ആദരവ്, പ്രത്യേകിച്ച് മറ്റുള്ളവരോടുള്ള ആദരവ്, ആത്മാവിന്റെ പ്രത്യാശ, ഇതെല്ലാം നമ്മുടെ കുടുംബത്തിൽ നിറഞ്ഞ് കവിയട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്ക് വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണമേ. ഈ ഒരാഴ്ചയിൽ ദിവസം പ്രത്യേകിച്ച് ശുശ്രൂഷയുടെ സെന്നലിയിലൊന്ന് ഒരു ആശീർവാദം കൂടെ തന്നേരെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകട്ടെ. അങ്ങയുടെ രാജ്യം വേണ്ടുന്ന ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. പരിശുദ്ധമേ, ആത്മനിറവുള്ള മാതാവ്, ആത്മനിറവിൽ വ്യാപരിക്കാൻ ശിഷ്യന്മാരെ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ഒരുക്കിയാണ് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥത, അമ്മയുടെ മേലങ്കിയാൽ പ്രത്യേകം പൊതിഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു പെന്തക്കോസ്തയ്ക്കായി അമ്മ ഞങ്ങളെ ഒരുക്കിയാണ്. നന്മ നിറഞ്ഞ മറിയുന്ന സ്ത്രീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. പരിശുദ്ധ മറിയമേ, നമ്പരാന്റെമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ പുത്രൻ പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു ജോഷി മയ്യാറ്റിലച്ച. വളരെ അർത്ഥവത്തായ ഒരു ക്ലാസ് ആയിരുന്നു അത്. പരിശുദ്ധാത്മാവും കുടുംബവും എന്നുള്ള ടോപ്പിക്കില് സ്നേഹമാണ് ലൈക്ക് അതിന്റെ ആ ഒരു എപ്പിറ്റോം, സ്നേഹത്തിലാണ് അത് അടങ്ങുന്നത് എന്ന് നമുക്ക് അച്ഛൻ്റെ ക്ലാസ്സിലൂടെ നമുക്ക് വളരെയധികം അച്ഛൻ നമുക്ക് പങ്കുവെച്ചു തന്നു. വളരെ അനുഭവവേദ്യമായ ക്ലാസ് തന്ന അച്ഛന് എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായിട്ട് കൺക്ലൂഡ് ചെയ്യാൻ ഷിജു ചേട്ടനെ പ്രത്യേകം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജോഷത്തിന് നന്ദിയോടെ ഓർക്കുക. ഈ ആഴ്ച സങ്കീർത്തന സന്ധ്യ എന്ന് പറഞ്ഞ അച്ഛന്റെ അവർ സെമിനാരിൽ പ്രോഗ്രാം ഉണ്ട്, ധ്യാനം. അതിന് പ്രാർത്ഥിക്കണമെന്നാണ് അച്ഛൻ ഓർമ്മപ്പെടുത്തിയത്. നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചു ആത്മാവിൽ സജീവമാകാനായിട്ട് ഓടിഞ്ചേറ്റും കൂടെ. ടെസ്റ്റ് മണി നമ്മളെ ആത്മാവ് എല്ലാ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെ ഇടയിലും സ്നേഹിക്കാനായിട്ട് നമുക്ക് ശക്തി തരുന്നു. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആത്മാവ് നമ്മുടെ ബന്ധങ്ങളെയൊക്കെ സ്നേഹിക്കാനും കുറച്ചുകൂടെ സ്വന്തമായി കരുതാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നു എന്ന് ടെസ്റ്റ് മണി പറഞ്ഞു. പിന്നീട് ഷുബു പങ്കുവെച്ചത് ഈ ആത്മാവിൽ നമ്മൾ ജീവിക്കണം, ദാഹിച്ച് ആഗ്രഹിച്ച് വിശ്വസിച്ച് വിളിച്ചപേക്ഷിക്കണം. അപ്പൊ ഈ ആത്മാവ് നമ്മളിൽ സജീവമാകും. ഈ ആത്മാവ് നമ്മളിൽ സജീവമാകുന്നത് നമ്മുടെ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ തന്നെയാണ്. കുടുംബത്തിലുള്ള എല്ലാവരെയും എല്ലാം മറന്ന് സ്നേഹിക്കാനായിട്ട് നമുക്ക് ശക്തി തരുന്ന ഈ ആത്മാവാണ്. സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. സ്നേഹം ക്ഷമിക്കുന്നു, സ്നേഹം അസൂയപ്പെടുന്നില്ല, സ്നേഹം അഹങ്കരിക്കുന്നില്ല, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, സ്നേഹം വിദ്വേഷം വെച്ചു പുലർത്തുന്നില്ല, സ്നേഹം അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സ്നേഹം സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു. ഇത് ജോഷിച്ചൻ നമ്മോട് വായിക്കാൻ പറഞ്ഞ വചനഭാഗമാണ്. അവിടെ സ്നേഹം എന്നുള്ളത് ഈശോ എന്ന് വെച്ചാൽ ഈശോ ദീർഘക്ഷമയുള്ളതാണ്, ഈശോ അസൂയപ്പെടുന്നില്ല, ഈശോ അഹങ്കരിക്കുന്നില്ല, ഈശോ വിദ്വേഷം പുലർത്തുന്നു. എല്ലാം കൃത്യമാണ്, വളരെ കൃത്യമാണ്. അവിടെ ഷിജുവിനെ വെച്ച് നോക്കിയാലോ, ഷിജു ദീർഘക്ഷമയുള്ളതാണ്. ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഷിജു അസൂയപ്പെടുന്നില്ല, ഷിജു അഹങ്കരിക്കുന്നില്ല, ഷിജു സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ഷിജു വിദ്വേഷം വെച്ച് പുലർത്തുന്നില്ല, ഷിജു അനീതിയിൽ സന്തോഷിക്കുന്നില്ല, ഷിജു സകലതും സഹിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു. അത് പറഞ്ഞു വരുമ്പോൾ നമുക്കറിയാം ഷിജു യഥാർത്ഥത്തിൽ വേണ്ട വിധം സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ അല്ലെന്ന്. പക്ഷെ പരിശുദ്ധാത്മാവാണ് ഈ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത്. ആ പൂർണ്ണതയിൽ നമ്മളെ കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാൻ, മതത്തിനും
ജാതിക്കും വർണ്ണത്തിനും വർഗത്തിനും ലിംഗത്തിനും ഒക്കെ അപ്പുറം മനുഷ്യരെ സ്നേഹിക്കാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ കുറേം കൂടി ആത്മാവ് സജീവമാകാൻ, കുറേം കൂടി സ്നേഹത്തിന്റെ ഔദാര്യം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ചുറ്റുപാടുകളിലേക്ക് ഒഴുകാൻ, അത് നമ്മളോട് തന്നെ സ്നേഹിക്കുന്നതിൽ, ദൈവത്തെ സ്നേഹിക്കുന്നതിൽ, നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരെ കുറേം കൂടി ഔദാര്യത്തോടെ സ്നേഹിക്കുന്നതിലൊക്കെ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ആത്മാവിനെ നാം വിശ്വസിച്ച്, വിളിച്ചപേക്ഷിച്ച്, സ്നേഹത്തോടെ ചോദിച്ച് നമ്മുടെ ഉള്ളിൽ സജീവമാക്കണമെന്നാണ് നമ്മൾ ഈ ആഴ്ച ധ്യാനിച്ചത്. നമ്മുടെ ജീവിതം മുഴുവൻ ഇതിൽ വളരാൻ ഇടയാകട്ടെ. പ്രത്യേകമായി സ്നേഹത്തിന്റെ സാന്നിധ്യമായി നമ്മുടെ പുഞ്ചിരി, നമ്മുടെ നോട്ടം, നമ്മുടെ ഒരു സാന്നിധ്യം, നമ്മുടെ ഒരു വാക്കൊക്കെ ദൈവത്തിന്റെ ആത്മാവ് സ്നേഹത്തിന്റെ ഒരു സാന്നിധ്യമാകാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും ദൈവത്തിന്റെ വലിയ കൃപയിൽ വളരാൻ, സ്നേഹത്തിൽ വളരാൻ ആത്മാവ് നമ്മളെ സഹായിക്കും. ആമേൻ. ജെനി നമ്മളോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു. ജെനി അടുത്തായിട്ട് ജെനി ചേട്ടൻ അനൗൺസ്മെന്റ്സ് പറയുന്നതായിരിക്കും. താങ്ക് യു ഷിജു ചേട്ടാ. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ക്ലാസ്സിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെ ജീവിതത്തില്. അനുഭവം പറഞ്ഞപ്പോഴും പിന്നീട് തിരിച്ചാൻ്റെയും ക്ലാസ്സിലൂടെ ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ആത്മാവിന്റെ ജ്വലനം ഇപ്പോൾ നമ്മൾ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ലൊരു. അപ്പൊ നമുക്ക് ഈ ഒരാഴ്ചയിൽ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കേൾക്കാം. അടുത്ത ആഴ്ച, ഈ വരുന്ന ആഴ്ച നമുക്ക് വിശുദ്ധ വാര ആഴ്ച ആയതിനാൽ നമുക്ക് ഈ ഒരു കൂട്ടായ്മ ഈ ഒരു ആഴ്ച ഉണ്ടാവില്ല. അടുത്ത ആഴ്ചത്തെ വ്യാഴാഴ്ച ഉണ്ടാവില്ല. പിന്നത്തെ ആഴ്ച നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. പിന്നെ ഓരോ ക്ലാസ്സിലും നമ്മൾ പുതിയ ആരെങ്കിലെയൊക്കെ നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ഒരാളെയെങ്കിലും അല്ലെങ്കിൽ 1-2 പേരെയൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പ്രാർത്ഥനയോടെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം ഉണ്ടാകണം. അതിനൊരു പറ്റുന്നൊരു കാര്യം വെച്ചാൽ നമുക്ക് ആ വ്യക്തിയോട് നമുക്ക് ഇങ്ങനെ പറയണം, നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്, നമുക്കൊന്ന് കൂട്ടായ്മയിലേക്ക് വരാം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തിക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ആ വ്യക്തിയെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരാം. അത് തന്നെയാണ് മൂന്നാമത്തെ കാര്യം. എല്ലാ ദിവസവും നമ്മൾ ഈ ഗ്രൂപ്പിൽ ഒരു വചനം ഇടുന്നുണ്ട്. നമുക്കറിയാവുന്നത് പോലെ വചനമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങൾ വരുത്തുന്നത്. വചനം യേശു തന്നെയാണ്. അപ്പോൾ ആ ഒരു വചനം നമ്മൾ വായിച്ചു നോക്കിയിട്ട് 2-3 മിനിറ്റിൽ ഒന്ന് ചെറിയൊരു എനിക്ക് കിട്ടിയ ആ ഒരു ഉൾബോധ്യം, ആ ഒരു വിചിന്തനം അതിനകത്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഇടാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. അതുപോടൊപ്പം തന്നെ ആ ഒരു വചനം, എല്ലാ ദിവസവും ഇടുന്ന വചനം നമ്മുടെ കുടുംബ പ്രാർത്ഥനയില് ഒന്ന് വായിക്കുവാനും അതിനെക്കുറിച്ചൊന്ന് ആ കുടുംബത്തിന്റെ കൂട്ടായ്മയിൽ ഒന്ന് ചിന്തിക്കാനും ശ്രമിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ ഉണ്ടാകും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒരു കുടുംബമാണ്. അപ്പൊ അതുകൊണ്ട് പരസ്പരം ഒന്ന് വിളിക്കാനും പ്രോത്സാഹിപ്പിക്കാനും വചനം ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമ്മേളനങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ നിങ്ങൾ പരസ്പരം വിളിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കുന്ന സ്നേഹം നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ പരസ്പരം ഒന്ന് വിളിക്കാനും എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും വിശേഷങ്ങൾ അന്വേഷിക്കാനും പരസ്പരം ഒന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തണം. അങ്ങനെ നമ്മുടെ കൂട്ടായ്മയിൽ ആത്മബന്ധം വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമം ഉണ്ടാകണം. അതോടൊപ്പം നിങ്ങൾ പ്രത്യേകമായിട്ട് ഹോളി ഹോമിന്റെ മറ്റെല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം. ഏറെ പ്രത്യേകമായിട്ട് ഇപ്പോൾ ഞങ്ങൾ ആയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പട്ടുവം ഇടവകയിലാണ്. ഇവിടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇടവക ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നു. ഞായറാഴ്ച വരെ അത് തുടരും. അതിനുശേഷം തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ തൊട്ടടുത്തുള്ള വെള്ളിക്കീൽ എന്ന് പറയുന്ന ഇടവകയിൽ കുടുംബധ്യാനം നടക്കുന്നുണ്ട്. അതിനുശേഷം ഏപ്രിൽ 10-ാം തീയതി മുതൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ കുടുംബങ്ങൾ ഒരുമിച്ച് മിഷന് പോകുന്നു. ആ മിഷനിൽ നിങ്ങൾ എല്ലാവരും പങ്കാളികളാണ്. പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ സാന്നിധ്യം നിങ്ങൾ ഉറപ്പാക്കണം. മറ്റെല്ലാ വിധത്തിലും നിങ്ങൾക്ക് ഏതൊക്കെ വിധത്തില് ആ മിഷനിൽ പങ്കുചേരാൻ സാധിക്കുമോ, നിങ്ങളെ ദൈവം പ്രചോദിപ്പിക്കുന്ന വിധത്തിൽ ആ വിധത്തിലൊക്കെ ചിലപ്പോൾ ഒരു നന്മ നിറഞ്ഞവരെയും ചെല്ലിയിട്ടായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഭക്ഷണം വയ്ക്കുന്ന സമയത്ത് ദൈവമേ അവർക്ക് യാത്രയിൽ നല്ല ഭക്ഷണം ലഭിക്കാൻ ഇടയാക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കും. അങ്ങനെ പല വിധത്തിലും നമുക്ക് ആ ഒരു മിഷനിൽ പങ്കാളിയാകാൻ സാധിക്കും. ലോകത്തിലെ എവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്കും എവിടെയും ചെയ്യപ്പെടുന്ന ഓരോ മിഷനിലും പങ്കാളിയാകാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ആ മിഷന് വേണ്ടി പ്രാർത്ഥിക്കണം. മിഷന് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും നിങ്ങൾ ചെയ്യണം. അങ്ങനെ മറ്റെല്ലാ വിധത്തിലും അത് കഴിഞ്ഞ് നമ്മൾ മിഷൻ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ മെയ് മാസത്തില് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാസർഗോഡ് വെച്ച് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതിനെല്ലാം വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു ആഴ്ചയിൽ മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ വലിയ ജനത്തിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഓരോ നിമിഷവും പ്രാർത്ഥനയിലായിരിക്കുക. അങ്ങനെ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ സജീവമാക്കാനുള്ള ശ്രമം ഉണ്ടാകുക. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണം. നമുക്ക് നമ്മുടെ ചെറിയ പ്രാർത്ഥന നമുക്ക് ചെല്ലാം. ആത്മാവിൽ ജ്വലിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്
നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ കാത്തുസൂക്ഷിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എന്റെ കാവൽ മാലാഖയെ ഈ ലോകത്തിൽ ദൈവസ്നേഹാനുഭവത്തിൽ നിറഞ്ഞ് ദൈവഹിതമനുസരിച്ച് ജീവിച്ചുകൊണ്ട് സുവിശേഷമേകാനും അങ്ങനെ നിത്യതയും ദൈവസന്നിധിയിൽ എത്തിച്ചേരാനും ഞങ്ങളെ സഹായിക്കണമേ. നന്മ ചെയ്യാൻ ശക്തി പകരുന്ന തിരുക്കുടുംബമേ, ഞങ്ങളിൽ നന്മ വളരാൻ ഉപയോഗം. അതെ, താങ്ക് യു നിത്യ. താങ്ക് യു ജനിച്ചേട്ടാ, താങ്ക് യു. നമുക്ക് ജനിച്ചേട്ടൻ പ്രത്യേകം നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകം നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പ് നമുക്ക് ലീഡ് ചെയ്ത് ഓൽവിൻ ചേട്ടനാണ്. തുടർന്ന് ടെസ്റ്റിമണി മോളി ആൻറ്റിക്കും പിന്നെ ക്ലാസ്സിൽ എടുത്ത ഷിബു ചേട്ടനും ഗാനം ആലപിച്ച സ്മിതയ്ക്കും നമുക്ക് ക്ലാസ് എടുത്ത ജോഷി അച്ഛനും ഷിജു ചേട്ടനും ജെനി ചേട്ടനും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം വളരെ അനുഗ്രഹപ്രദമായിരുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആയിരുന്നല്ലോ ഇന്നത്തെ ക്ലാസ്. നമുക്ക് കൂടുതൽ പരിശുദ്ധാത്മാവിന് ജ്വലനമുള്ളവരായി തീരാം. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഏതെങ്കിലും വിശേഷങ്ങൾ ആർക്കെങ്കിലും പങ്കുവെക്കാനുണ്ടെങ്കിൽ ഓണാക്കി പങ്കുവെക്കാം. നിങ്ങളുടെ സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കുഞ്ഞുമാവ് വിശേഷം പങ്കുവെക്കും. കുഞ്ഞുമാവ് ഇവിടെ അടുത്ത് നിൽപ്പുണ്ട്. ചേച്ചി, 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 മോളിയം ചേച്ചി, പുതിയൊരു നമ്പർ ഒരാൾ പരിചയപ്പെടുത്തിയാൽ നന്നായിരുന്നു. എല്ലാവർക്കും ഒന്ന് വീഡിയോ ഒക്കെ ഓണാക്കി പരസ്പരം ഒന്ന് പരിചയപ്പെടാം. അടുത്ത ആഴ്ച വലിയ ആഴ്ചയാണ്. ജോലിയുണ്ട്, രാവിലെ ജോലിക്ക് പോണം. തിരക്കിലാണ്. പള്ളി നിങ്ങള് പോകുന്ന സ്ഥലത്തെ റോസറിയൊക്കെ കൊണ്ടുപോകണം അങ്ങനെയൊക്കെ പറഞ്ഞില്ലായിരുന്നോ? അതൊന്ന് ഷെയർ ചെയ്താ നല്ലായിരുന്നു. ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും. നമ്മള് മിഷന് പോകുന്ന സ്ഥലത്ത് നമ്മളൊരു 10-15 വില്ലേജുകളിൽ പോകുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ പോയപ്പോ, ഞാനും ജനിയും കൂടെ പോയപ്പോ കണ്ടത് വീടുകളിലൊന്നും പ്രത്യേകിച്ച് രൂപങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ തിരുക്കുടുംബത്തിന്റെ ഒരു ഫോട്ടോ ലാമിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമുക്കൊരു 10-20 രൂപയോളം വരുമായിരിക്കും ഒരു ഇതിന്. പിന്നെ അച്ഛൻ പറഞ്ഞത് അവർക്കെല്ലാം ജപമാല എല്ലാവരും ചോദിക്കും. ഒരു വീടിന് ഒരെണ്ണം വെച്ച് കൊടുക്കാമെന്ന് നമ്മൾ വിചാരിച്ചു. 10-600 വീടുകളെങ്കിലും നമ്മൾ വിസിറ്റ് ചെയ്യുമായിരിക്കും. പക്ഷെ അച്ഛൻ പറഞ്ഞു അങ്ങനെയല്ല, എല്ലാ ആളുകളും ചോദിക്കും എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു 10,500 ജപമാല വേണ്ടി വരും. ഈ യാത്രയുടെ ചെലവ്, പിന്നെ ഒരു വില്ലേജിൽ നിന്ന് അടുത്ത വില്ലേജിലേക്ക് 10-25 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ അവിടുന്ന് ഒരു അച്ഛൻ വണ്ടി നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അതിന് എണ്ണയടിച്ച് എല്ലാ ദിവസവും ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്യണം. അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പെൻസ് എല്ലാം കൂടുതലുണ്ട്. ഒന്നേകൂടെ നമുക്ക് എങ്ങനെ വാങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഏതായാലും ദൈവം അതിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി ജപമാല വേണമെങ്കിൽ കുറച്ചുപേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ജപമാലയ്ക്കുള്ള ഒന്നെങ്കിൽ ജപമാല നിങ്ങൾക്ക് പഴയ അങ്ങനെ നല്ല പുതിയത് കളക്ട് ചെയ്ത് നമുക്ക് എത്തിക്കാം, അല്ലെങ്കിൽ ജപമാലയ്ക്ക് ആവശ്യമായ പണം നമുക്ക് നൽകാം. ഫോട്ടോ നമ്മൾ ഏതായാലും ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഒരു എക്സ്പെൻസ് നിങ്ങൾക്ക് തരാൻ പറ്റിയത് നമുക്ക് സഹായമാണ്. പിന്നെ ഒരു വില്ലേജിൽ നിന്ന് അടുത്ത വില്ലേജിലേക്ക് പോകാനുള്ള എക്സ്പെൻസ്, പിന്നെ ഞങ്ങളുടെ യാത്രയുടെ ഇടയിലുള്ള ഭക്ഷണം, ഇതെല്ലാം ഇങ്ങനെ വരുന്നതാണ്. നമുക്ക് ഇതെല്ലാം നമ്മുടെ ഓർമ്മയിൽ വെക്കാം. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന അനുസരിച്ച് നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ സജീവമായിട്ട് ഇടപെടുകയും ചെയ്യാം. താങ്ക് യു. താങ്ക് യു. വേറെ വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. ഇന്ന് ഞങ്ങളിവിടെ ഇന്നലെ തുടങ്ങി, നന്നായി പോകുന്നു. ഇന്നും ഉണ്ട്. ഇന്ന് ഇവിടെ അലക്സ് വടക്കുതല പിതാവ് ഇവിടെ വരുന്നു. ഞങ്ങൾ താമസിക്കുന്ന ഒരു സിസ്റ്റർ മരിച്ചിട്ട് അടക്കിന്. പിതാവിനെ കാണാമെന്ന് വിചാരിക്കുന്നു. പിതാവിന്റെ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും വേണ്ടി വാങ്ങാം. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഇത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്ത് പട്ടുവ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ ഇവിടുത്തെ സിസ്റ്റേഴ്സിന്റെ പേര് ദീന സേവന സഭ എന്നാണ് മലയാളത്തിൽ. അവരുടെ സ്ഥലം ആരംഭിച്ചത് ഇവിടുത്തെ തുടങ്ങിയ ഒരു സിസ്റ്റർ പേട്ര.
വലിയ ഒരു വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ട് അതിന്റെ പ്രോസസ് നടക്കുന്ന ദൈവദാസിയാണ് ഇപ്പം. ഒപ്പം തന്നെ ഇവിടെ ജീവിച്ച അനേകരെ ഈ ഒരു ക്രൈസ്തവ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ഫാദർ സുക്കോളോ അച്ഛനും 100 വയസ്സ് മിച്ചമാണ് ജീവിച്ചത് തോന്നുന്നു. വളരെ വിശുദ്ധനായ ഒരു പുരോഹിതനാണ്. അപ്പൊ 2 വലിയ വിശുദ്ധരുടെ സാന്നിധ്യമുള്ള ഒരു ഇടമാണ്. പക്ഷെ ഇവിടെ വിശ്വാസികൾ അത്തരത്തിൽ ആഴമായൊരു ക്രൈസ്തവ വിശ്വാസത്തിലും ഒരു ജീവിത രീതിയിലും അവർ വളർന്നു വന്നിട്ടില്ല. അപ്പൊ അത്തരത്തിൽ അവരെ വളർത്താനുള്ള ഒരു ഉദ്യമവും കൂടിയാണ് നമ്മുടെ ധ്യാനങ്ങളെല്ലാം. സിസ്റ്റർ ലില്ലിയെ കണ്ടായിരുന്നോ? ഇന്നലെ ജസ്റ്റ് കണ്ടു, വർത്തമാനം പറഞ്ഞു, ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. ഇന്ന് നമ്മൾ വിശദമായി കാണുന്നതായിരിക്കും. നമ്മുടെ കൂടെയുള്ള ഷാജിക്കുട്ടി ചേച്ചിയെ ഇവിടെ വരണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ചേച്ചിയുടെ കാലിന് ഭയങ്കര നീരായിട്ട് വരാനുള്ള സാഹചര്യം അനുകൂലമല്ലെന്നാണ് ഇന്നലെ മനസ്സിലാക്കിയത്. അപ്പൊ നമ്മുടെ ടീമിലുള്ള ഷാജിക്കുട്ടി, നമ്മുടെ ഉത്തരവാദിത്തമുള്ള ലീഡറായ ഷാജിക്കുട്ടി ചേച്ചിക്ക് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. നാട്ടിലെത്തി കാലും കൊണ്ട് നീരായിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. വേറൊന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യട്ടെ? ഇതില് 19544 ആരെന്ന് ഒന്ന് പറയുവോ? 19544 ഫോൺ. അതെ, അത് ആരാന്ന് അറിയുവാണെങ്കിൽ നമുക്കൊരു സന്തോഷം, പരസ്പരം അറിയാനും പരിചയപ്പെടാനും ഒക്കെ. അത് തന്നെ. പിന്നെ ഒരു റോസ് ജോസഫ് എന്ന് എഴുതിയിരിക്കുന്നില്ലേ? അതൊരു ചേച്ചിയാണ്. ചേച്ചി ഡോക്ടറാണ്. ആൽഫയില് കാൻഡിഡേറ്റ് ആണ്. റോസ് ജോസഫ് കണ്ടായിരുന്നോ ചേച്ചി? ചേച്ചിക്ക് ചിലപ്പോ ഈ വീഡിയോ എടുത്ത് വരാൻ അറിയില്ലായിരിക്കും, പറ്റുന്നുണ്ടാവില്ല. പിന്നെ മറ്റുള്ളവരെല്ലാരും പരിചയപ്പെട്ടവര് തന്നെ. എല്ലാവർക്കും ആഗ്രഹമാകുന്ന മംഗളങ്ങൾ, ആശംസകൾ. എമിലിയെ പരിചയപ്പെട്ടിരുന്നോ നിങ്ങള്? ഒരു പ്രാവശ്യം പരിചയപ്പെട്ടതാണ്. എന്റെ മറ്റുള്ളവരെല്ലാം അറിയുന്നവര് തന്നെ. വത്സമ്മ ചേച്ചി, എല്ലാവരും. ഈ 19544 ആരാണോ? ഏതായാലും നമ്മൾ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട് ആള്. ഇതൊന്നായി. അപ്പൊ നമ്മൾ അവസാനിപ്പിച്ചോട്ടെ. അപ്പൊ എല്ലാവർക്കും ഉയർത്തിരുന്നുള്ള മംഗളങ്ങൾ നേരത്തെ ആശംസിക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും കാണാം. താങ്ക് യു എല്ലാവരും. ഞാൻ വളരെ ഭംഗിയായി ചെയ്തു. എല്ലാവരും വളരെ നന്നായിരുന്നു. പാട്ടുകളും എല്ലാം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. കുട്ടി എന്റെ ജസീന്ത ആന്റി വിളിക്കുന്ന കുട്ടിനെ. ചിരിക്കുവാ പറയുമ്പോ. ഷിജു ചേട്ടനും ജെനി ചേട്ടനും രണ്ടുപേരും കാസർഗോഡാണോ? അതായത് ഞാൻ അങ്കമാലിയാണ് ഇപ്പം, ജെനി അങ്കമാലിയിലാണ്, ഷിബു കാസർഗോഡാണ്. അപ്പൊ ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട്. ഇത് ജോണി പെരിയപ്പാടൻ നമ്മളോട് വചനം പങ്കുവെച്ചാണ് തീർത്ഥയാത്രയിൽ. ജെനി ഇവിടെ ഇരിക്കുന്നു, ഷിബു ഇവിടെ കിടക്കുന്നു. എല്ലാരും ഞങ്ങളെല്ലാവരും ഒരുമിച്ച്. ഞങ്ങൾ ഒരുമിച്ചല്ലേ ധ്യാനമല്ലേ. ഞങ്ങളുടെ കൂടെ ഒരു ലിജു അച്ഛനുണ്ട്. അച്ഛൻ ഒരുമിച്ചായിരുന്നു പല സ്ഥലങ്ങളിൽ ഓർത്തോണ്ട്. അപ്പോൾ ശരി, എന്നാൽ എന്റെ ഇതൊക്കെ ഞങ്ങൾക്ക് കാപ്പി കുടിക്കാൻ പോകേണ്ട സമയമായി, നിങ്ങൾക്ക് ഉറങ്ങേണ്ട സമയമായി. നല്ല ഉറക്കം രാത്രിയായിരുന്നു. പ്രത്യേക താങ്ക്സ്. ക്ലാസ്സിനും പിന്നെ അനൗൺസ്മെന്റിനും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേക അന്വേഷണവും താങ്ക്സും ഞാൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. Okay, bye. Praise God.